ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വൻകൃപയ്ക്കായി നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവാത്മാവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന കർത്താവാണല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോവാം. സ്വർഗ്ഗം നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ വാരി വിതറി കൊടുക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സൂക്ഷിച്ച് പരിപാലിക്കുന്നല്ലോ. ഇന്നും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആ വചനത്തിന്റെ തുടർച്ചയിലേക്ക് പോകുവാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ നമ്മൾ ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സിനെ പുതുക്കണം. അകപ്പെട്ടത് കൊണ്ട് വാഗ്ദത്തങ്ങൾ നിറവേറുന്നില്ല. മറ്റേതെങ്കിലും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ ഇന്നലെ കേട്ടു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾ ഇന്നലെ കേട്ടത് നമ്മുടെ ജഡത്തിൽ നിന്നുണ്ടാകുന്ന ജഡമയം ആത്മീയം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മാവിൽ ധ്യാനിച്ചായിരുന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ ശരീരത്തെ യാഗമായി, എല്ലാം പറഞ്ഞത് കറക്റ്റാണ്, നിങ്ങൾ കേട്ടത് വെച്ചാണ് പറഞ്ഞത്. നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ ശരീരം എന്ന യാഗം. റോമർക്ക് എഴുതിയ ലേഖനം വേഗത്തിലേക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി സഹോദരങ്ങൾ പിന്നെയും അറിയിക്കുവാൻ ഇടയായി തീർന്നു. അവർക്ക് ദൈവികമായിട്ടുള്ള ആത്മീയ കണ്ണുകൾ പ്രകാശിച്ച സാക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് ആളുകൾ പറയുവാൻ ഇടയായി തീർന്നു. അവർക്ക് ദർശനങ്ങൾ കാണുവാനുള്ള ആ ഒരു കൃപ, ആത്മീയ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറന്നു. കഴിഞ്ഞ ദിവസത്തെ ആ ഫ്രൈഡേ മീറ്റിംഗ്, വെള്ളിയാഴ്ചത്തെ ലീഡേഴ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേർന്ന ആളുകൾ, ഒത്തിരി ആൾക്കാർ പറയാൻ ഇടയായി തീർന്നു. ദൈവം അവർക്ക് കാഴ്ചകളെ കാണിക്കുന്നു, അവർക്ക് പല കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നു. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ ഇതെല്ലാം കർത്താവ് തരുന്നത് നമ്മൾ അനേകരെ സഹായിക്കാൻ വേണ്ടിയാണ്. കർത്താവിന്റെ സുവിശേഷം പോലെ ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും നിങ്ങൾക്ക് തന്നെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇതെല്ലാം കർത്താവ് തരുന്നത്. ഉപയോഗിക്കുക. ആമേൻ. ഞാൻ വേഗത്തിൽ തന്നെ വചനത്തിലേക്ക് പോകുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്തുനിന്നും അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ വായിക്കാം. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ വായിച്ചിരിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള 1ഉം 2ഉം വാക്യത്തിൽ പറഞ്ഞ, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ സമർപ്പിക്കണം. അതിന് നമ്മളൊരു വാക്യം എടുത്തായിരുന്നു. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടിട്ട്, നോക്കിക്കേ, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. നോക്കി, ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? നോക്കുക, ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അതിന്റെ പ്രതിസന്ധി ഘട്ടത്തെ യേശു പറയുന്നത് പരീക്ഷയെന്ന്. നോക്കിക്കേ,
പ്രതിസന്ധി ഘട്ടത്തെ യേശു വിശേഷിപ്പിക്കുന്നത് അപകടമെന്നോ അനർത്ഥമെന്നോ ബന്ധനമെന്നോ പോരാട്ടമെന്നല്ല, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം തികയുന്നില്ല, പകരം ഒരാരംഭത്തിലേക്കാണ് നിങ്ങളും ഞാനും എത്തിയിരിക്കുന്നത്. വിശ്വാസ ജീവിതം രക്ഷിക്കപ്പെട്ട ഉടനെ നമ്മളൊരു തുടക്കം, ഒരു ജനനം നമ്മളിൽ സംഭവിക്കുന്നു. അതിനുശേഷം ഒരു വളർച്ചയുണ്ട്, വളർച്ചയ്ക്ക് മെച്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് കട്ടിയുള്ള വചനങ്ങളെ പ്രാപിക്കുവാനുള്ള മെച്യൂരിറ്റി, തഴക്കം വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? പാല് കുടിക്കുന്നു. അതായത് സാധാരണ പോയ വചനങ്ങളെ നിങ്ങൾ ഇപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കട്ടിയുള്ള വചനങ്ങളെ ഭക്ഷിക്കേണ്ടതിന് അഭ്യാസമുള്ളവരായി തീരണം. അവരെപ്പറ്റി പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നു അല്ലേ. ഇവിടെ നോക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഇവിടെ അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും ഓൾ നൈറ്റ് പ്രയർ ഇരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. പകരം നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകത ഉണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ നിങ്ങൾ തുടക്കം 5-ാം വാക്യത്തിൽ പറയുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം തന്നെ. അടുത്ത വാക്യം, ജഡത്തിന്റെ ചിന്ത, നോക്കിക്കേ, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡസ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനാണ്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, നോക്കിക്കേ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിലോ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. അപ്പൊ തൊട്ടുമുള്ളത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവം എന്നാണ് പറഞ്ഞത്. നമുക്ക് ആ വാക്ക് കണ്ടോ, ജഡസ്വഭാവം എന്നൊരു പദം അവിടെ കൊണ്ടോ. ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ചിന്തിക്കുക, ജഡത്തിൽ തീരുമാനമെടുക്കുക, ജഡീകമായി ജീവിക്കുക. എന്നർത്ഥം മദ്യപാനത്തിൽ ജീവിക്കുക എന്നൊരാശയമല്ല. ഒരു സാധാരണ ലോക മനുഷ്യനെ പോലെ ഒരു വിശ്വാസി ജീവിക്കുവാൻ തുടങ്ങുന്നതിനെയാണ് ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ആമേൻ. ജഡീകമായി ജീവിക്കുക. ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വചനപ്രകാരം നമ്മുടെ ജീവിതം പോകുന്നില്ല എങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്തിനാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്? നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇവിടെ നോക്കിക്കേ, കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല. അപ്പൊ എന്താണ് ഈ ജഡൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഫോർ ടു ബി എ കാർണൽ മൈൻഡഡ്, ജഡീകമായ ചിന്തയുള്ളവർ, ലോകപ്രകാരം ചിന്തിക്കുന്നവർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വാക്യം എടുത്തതിന്റെ തുടർച്ചയായിട്ട് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ ലൈവില്, സൺഡേ മീറ്റിംഗിൽ. അപ്പൊ അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പോകുന്നത്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം വായിക്കുന്ന സമയത്ത് സാറായി പറയുന്നൊരു വാക്കുണ്ട് അവിടെ അല്ലേ. സാറായി അബ്രഹാം പിതാവിനോട് പറഞ്ഞു, എൻ്റെ ഗർഭപാത്രം യഹോവ അടച്ചിരിക്കുന്നു. അപ്പൊ യഹോവ സാറായിയുടെ ഗർഭപാത്രം അടച്ചെങ്കിൽ സാറായി എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും പറ, എന്താ ചെയ്യേണ്ടത്? മൈക്ക് മ്യൂട്ട് കിടക്കുക. സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? സാറായിക്ക് മനസ്സിലായി, യഹോവ എന്റെ ഗർഭപാത്രം അടച്ചിരിക്കുന്നു. ആമേൻ. ഇവിടെ നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഹന്ന പറയുന്ന ഒരു വാക്യമുണ്ട്, യഹോവ എന്റെ ഗർഭപാത്രത്തെ അടച്ചിരിക്കുന്നു. ഇതേ പദം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഹന്ന ചെയ്തൊരു കാര്യം, തന്റെ ഭർത്താവായ എൽക്കാനനെ എന്ത് ചെയ്തില്ല? ഒരു ദാസിയുടെ അടുക്കിലേക്ക് അയച്ചിട്ട് പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യുക, യഹോവ എൻ്റെ ഉദരത്തെ അടച്ചിരിക്കുന്നു, ഒരു കാര്യം ചെയ്യുക എൽക്കാനെ, അങ്ങ് പോയിട്ട് എൻ്റെ ദാസിയിൽ നിന്നും ഒരു പുത്രനെ എനിക്ക് താ എന്ന് എൽക്കാന പറഞ്ഞില്ല. നമ്മുടെ ഹന്ന പറഞ്ഞില്ല. പകരം ഹന്ന പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഹൃദയം ഞാൻ യഹോവയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അകത്തൊരു മനോവ്യസനമുണ്ട്. മനോവ്യസനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു തലമുറയില്ല.
പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ, അവിടെ ശ്രദ്ധിച്ചു നോക്കേണ്ടത്, താൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ എന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ ഹന്ന പറയുമ്പോൾ തന്നെ തന്റെ ഹൃദയത്തെ യഹോവയ്ക്ക് കൊടുത്തോണ്ടിരിക്കുക, പകരുന്നു. അപ്പൊ ഈ ഹൃദയത്തിൽ എന്തുണ്ട്? മനോവ്യസനമുണ്ട്. എന്താ മനോവ്യസനം? തനിക്കൊരു തലമുറയില്ല. തന്റെ പ്രതിയോഗി തന്നെ എപ്പോഴും എന്ത് ചെയ്യും? തന്നെ കുത്തി വേദനിപ്പിക്കുമെന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞു. താൻ എപ്പോ ആലയത്തിലേക്ക് പോയാലും പ്രതിയോഗി തന്നെ എന്ത് ചെയ്യും? പ്രതിയോഗി ആരാന്ന് ചോദിച്ചാൽ കുടുംബത്തിന്റെ അകത്തുള്ളൊരു വ്യക്തിയാണ്. അത് ഞാൻ എടുക്കുന്നില്ല. ഈ വ്യക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എപ്പോഴും തന്നെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതേ അവസ്ഥ തന്നെ സാറായിക്കുണ്ടായപ്പോൾ സാറായി പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിപ്പാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നു, എൻ്റെ ദാസിയുടെ അടുക്കിലേക്ക് ചെന്നാലും പക്ഷെ അവളാൽ എനിക്കൊരു മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞ് അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. നോക്കി, അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ച്. ഇതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ ജഡത്തിൽ ചിന്തിക്കുന്നവർ. എന്താ ജഡത്തിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു വാക്തത്വം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വം നിങ്ങൾക്കുള്ളതാ. നിങ്ങളുടെ ജീവിതത്തിൽ ബൈബിളിൽ ഒരു വചനമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ്. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമല്ല, അവകാശമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അവകാശമാന്ന് പറ. അതുകൊണ്ടാണ് ഗലാത്യർ പറഞ്ഞ അവകാശി സർവത്തിനും യജമാനനാണ്. കണ്ടോ? അപ്പൊ നിങ്ങളുടെ അവകാശമാണിത്. പക്ഷെ ഇത് കിട്ടുന്നില്ല, ഇത് തുറന്നു കിട്ടുന്നില്ല, ഇത് ലഭിക്കുന്നില്ല, ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങൾ എവിടെയൊക്കെയോ, ഞാൻ പറഞ്ഞിട്ടില്ല പലപ്പോഴും, നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കി, യേശു ക്രിസ്തു പറയുന്നു, അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് യേശു അവരോട് എന്ത് നല്ല, നമുക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ അത് കൂട്ടി പറയുമ്പോൾ നിങ്ങൾക്കത് എക്സ്ട്രാ വരുമ്പോൾ പറയുമ്പം നിങ്ങൾക്കത് ഇതായിട്ട് തോന്നരുത്. ഇന്നലെ നമുക്കറിയാം, അവർ ക്ഷീണിച്ച് അവശരായി കിടക്കുക, അല്ലേ? അവർ ക്ഷീണിച്ച് അവശരായി തളർന്നു കിടക്കുക. അങ്ങനെ കിടക്കുന്ന ശിഷ്യന്മാർ ഉറങ്ങും, അല്ലാതെ അവര് വെറുതെ ഇരിക്കുമല്ല. രാവിലെ മുകളിൽ മലയും കാടും കടലും ഒക്കെ കടന്ന് ഇങ്ങനെ യേശുവിന്റെ കൂടെ നടക്കും. യാത്ര ചെയ്ത് ചിലപ്പോൾ രാവിലെ പ്രാർത്ഥന തുടങ്ങിയാൽ കർത്താവിന്റെ ശുശ്രൂഷ ചിലപ്പോൾ വൈകുന്നവരൊക്കെയാ ശുശ്രൂഷ. അപ്പൊ ചിലപ്പോൾ കറക്റ്റ് സമയത്ത് ആഹാരം കിട്ടത്തൊന്നുമില്ല. നമുക്ക് മനസ്സിലായില്ല. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ തന്നെ അറിയാലോ, ഈ ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ അല്ലാത്ത പ്രാർത്ഥനയ്ക്കൊക്കെ പോകും, പ്രത്യേകിച്ച് ഡെലിവറൻസ് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, രാവിലെ തുടങ്ങിയാൽ എപ്പോൾ നിർത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. ഡെലിവറൻസ് മീറ്റിംഗ് നമുക്കൊരു ടൈം ഇല്ലല്ലേ. 10 മണിക്ക് തുടങ്ങിയാൽ 12 മണിക്ക് നിർത്തും. നമുക്കൊരു സമയം ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഡെലിവറൻസ് തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് രോഗശാന്തി, ഭൂതശാന്തി, ഭൂതവിടുതലൊക്കെ തുടങ്ങുന്ന സമയം നമുക്കറിയാം നല്ല സമയമെടുക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ മുഴുവൻ അങ്ങനത്തെ ശുശ്രൂഷയാ, ഡെലിവറൻസ് മീറ്റിംഗ്. അപ്പൊ തക്ക സമയത്ത് ആഹാരം കിട്ടത്തില്ല. ചിലപ്പോൾ കഴിക്കാൻ വേണ്ടി നമുക്കൊരു 3 ദിവസം വരെ അവര് ആഹാരമില്ലാതെ യേശുവിന്റെ കൂടെ അവർ വസിച്ചു. അപ്പോൾ അവർക്ക് വിശന്നു എന്നാ പറഞ്ഞത്. ചിലപ്പോൾ ആഹാരം സമയത്ത് കിട്ടത്തില്ല. അപ്പൊ ലേറ്റായിട്ട് കഴിച്ചവർ ഉറങ്ങുകയായിരിക്കും. ഉടനെ യേശു പറയും, അവർ ഉറങ്ങിക്കോട്ടെ എന്നല്ല യേശു പറഞ്ഞത്, അവരോട് പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ടയേർഡ് ആകുമ്പോൾ, നമ്മുടെ ലൈഫിൽ എല്ലാം മടുത്തിരിക്കുമ്പോൾ, നമ്മൾ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ, ഒരു കാര്യം നടക്കാതെ വരുന്ന സമയത്ത്, നിങ്ങൾക്ക് പറ്റാതിരിക്കുമ്പോൾ, ഒന്നും കഴിയാതിരിക്കുമ്പോൾ പിന്നെയും പ്രാർത്ഥിക്കുന്നതിനെയാണ് യാഗം എന്ന് പറയുന്നത്. സാക്രിഫൈസ് ചെയ്യുക. എന്തിനാണ് നാം യാഗം അർപ്പിക്കുന്നത്? പലപ്പോഴും നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എവിടെയാണ് ബ്ലോക്കായി നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അപ്പൊ നോക്കി, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ഹിതമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ബൈബിൾ പറയുന്നു, ദൈവത്തോട് നാം ശത്രുത കാണിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. റോമർ 8:13. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആ വാക്ക് കണ്ടോ? നിങ്ങൾ ജീവിക്കും. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, പക, പിണക്ക്, ചാട്യം, ദ്വന്ദ്വപക്ഷം, അങ്ങനെ കുറെ ജഡത്തിനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരോട് നമ്മൾ വൈരാഗ്യം വെച്ചോണ്ടിരിക്കല്, മറ്റുള്ളവരോട് നമ്മൾ പക പോക്കാൻ പോകരുത്. ചിലപ്പോൾ നമുക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം കാണും, നശിപ്പിക്കാനുള്ള ദേഷ്യം കാണും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണേ, ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ. ആമേൻ. ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് കർത്താവ് പറയും, ഒരു നാഴിക പോലും എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഒരു നാഴികയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാൽ എത്ര നേരമാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഒരു നാഴിക എത്രയാ?
ഒരു മണിക്കൂർ നമ്മളെന്താ കേട്ടോ, 1 മണിക്കൂർ യേശു ഒരിക്കൽ അവരോട് 1 മണിക്കൂർ എനിക്ക് വേണം. ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, വിഷമമുണ്ട്, ടയേർഡാണ്, പക്ഷേ 1 മണിക്കൂർ എനിക്കിപ്പോ വേണം. നമുക്കറിയാം, അവർക്ക് ശിഷ്യന്മാര് യേശു ക്രിസ്തു പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? അവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെന്ന് പറഞ്ഞു. രണ്ടാമതും പോയി യേശു തിരിച്ചു വന്നപ്പോൾ, പിതാവെ ഞാൻ കുടിക്കാത്ത ഈ താഴേക്ക് വരുമ്പോഴേക്ക് പറഞ്ഞു. മൂന്നാമതും അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെ ഉറങ്ങുന്നത് കണ്ടു. ശിഷ്യന്മാരുടെ കണ്ണിന് എന്തുണ്ടായി? ഭാരമേറി. ഉറക്കം അവരെ ഓവർകം ചെയ്തു. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? യേശു പറഞ്ഞ വാക്കെന്നെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. ഉറങ്ങാതെ ഉണർന്നിരിക്കാൻ പറഞ്ഞാൽ പരീക്ഷയെ ജയിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. എന്താണ് പ്രാർത്ഥന? മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാം വാക്യത്തിൽ യേശുക്രിസ്തു നേരത്തെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് ദൈവത്തോട് പ്രാർത്ഥിപ്പിൻ. അപ്പൊ ദൈവവുമായിട്ടുള്ള എൻ്റെ കണക്ഷനാണ് പ്രാർത്ഥന. ഞാൻ എവിടെയെങ്കിലും ഒക്കെ സ്റ്റക്കായി പോയെന്ന് എനിക്ക് തോന്നിയാൽ, എവിടെയെങ്കിലും ഒക്കെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ ഞാൻ എവിടെയൊക്കെയോ ബ്രദറെ ബ്ലോക്കായി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടായാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സമയം ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കണം. എന്തായിരിക്കും അറിയാവോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കണക്ഷനാണ്. ഇപ്പൊ ഈ ദൈവവുമായിട്ട് കണക്ഷൻ വന്നാൽ എന്താണ് നമുക്ക് ഗുണം? ദൈവവുമായിട്ടൊരു കണക്ഷൻ വന്നാൽ നമുക്ക് എന്താണ് ഗുണം? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ദൈവവുമായിട്ടൊരു കണക്ഷൻ വന്നാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം? ഒന്ന് പറഞ്ഞ്. ദൈവവുമായിട്ട് കണക്ഷൻ വന്നാൽ ദൈവാനുഗ്രഹം കിട്ടും. ദൈവവുമായിട്ട് കണക്ഷൻ വന്നാൽ ഇവിടെ ഈ വാക്യത്തിൽ ഉത്തരവുണ്ട്, പരീക്ഷയ്ക്ക് അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവോ ബലഹീനമത്ര. നോക്കി, ആ വാക്കുകൊണ്ട് ആത്മാവ് ബലഹീനം. രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ അവിടെ നിന്ന് എന്തുവാ വന്നത്? യേശു എന്താ പറഞ്ഞത്? എങ്കിൽ നിന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞത്? കണ്ടോ? അപ്പം നിങ്ങൾ പ്രാർത്ഥനയുമായിട്ട് ദൈവത്തോട് കണക്റ്റഡ് ആകുമ്പോൾ ശക്തി വെളിപ്പെടും. ഈ ശക്തിയുടെ പ്രത്യേകത റോമർ ലേഖനത്തിൽ പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നതാണ് ഈ ശക്തി. കണ്ടോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ശക്തി. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു പ്രതിസന്ധിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുന്നു. ഹല്ലേലൂയ! നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്ന അറിയാവോ? ദൈവസന്നിധിയിൽ നമുക്ക് സാക്ഷ്യങ്ങളെ തുറക്കും. നമ്മളിലേക്ക് ശക്തി വെളിപ്പെടുവാൻ തുടങ്ങും. നമ്മളിലേക്ക് ശക്തി പാസ് ചെയ്യുവാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥത്തിൽ യേശു പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തിൽ ബലഹീനതയുണ്ട്, പരീക്ഷ വരുന്ന സമയത്ത് തളർന്നു പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ ശക്തി വെളിപ്പെട്ടാൽ നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യും. യാക്കോബിന്റെ ലേഖനം പറയുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുവേൻ, എന്നാൽ ദൈവം നിങ്ങൾ അടുത്തു വരും, പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കണ്ടോ? ഹല്ലേലൂയ! അപ്പൊ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി വരുമ്പോ, അല്ലെങ്കിൽ ആ വ്യക്തി ഈ ദൈവസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവശക്തി ആ വ്യക്തിയിലേക്ക് പുറപ്പെടും, അല്ലേ? അപ്പൊ ഈ ദൈവശക്തിയുടെ പ്രത്യേകത സൃഷ്ടിപ്പാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണമെന്ന് പറയുന്നത്. പറയും, ബ്രദറെ ഞാൻ രാവിലെ, പലരും പറഞ്ഞൊരു വാക്കാണ്, ബ്രദറെ ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ കയറി എന്തോരം പ്രാർത്ഥനയേക്കെന്നറിയോ? ഞാനാണെങ്കിൽ ചണ്ടപ്പുറത്ത് കോല് കിട്ടുന്നത് പോലെ എല്ലാ കൺവെൻഷനും പോകും. എന്റെ ചോദ്യം, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് വിളങ്ങേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ പറയുന്നില്ല ബ്രദർ, ഞാൻ യൂട്യൂബ് തുറന്നുകൊണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആ പായിൽ ഇരുന്നുകൊണ്ട് ടി-വിയിൽ സെറ്റ് ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. കേൾക്കുന്നത് നല്ലതാണ്, കേൾക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയേ, ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ കേൾക്കാൻ പറയുന്നില്ല, പ്രാർത്ഥിക്കാനാണ് യേശു പറയുന്നത്. എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാവോ? അവിടെ പ്രാർത്ഥിക്കുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട്, നിങ്ങളുടെ ജഡത്തെ യാഗമാക്കണം.
എന്തിനാണെന്നറിയാവോ? നന്മയും പ്രസാദവും തിരുഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. നോക്കിക്കേ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് 16-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ഹിതം എന്തുവാ ഒന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ദൈവത്തിന്റെ ഹിതം എന്തുവാ? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ അകത്ത് ഇവർ പറയുമ്പോൾ യഥാർത്ഥ ദൈവഹിതം ഏതാ? ഹാഗറിലുണ്ട തലമുറയാണോ അതോ സാറായുടെ തലമുറയാണോ? സാറയുടെ നോക്കിക്കേ, സാറായിൽ നിന്ന് ഒരു തലമുറ വരണമെങ്കിൽ ഹാഗറിൽ നിന്ന് ഒരു തലമുറ വരാൻ എളുപ്പമാണ്. ചെറുപ്പക്കാരിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മെഡിക്കൽ കണ്ടീഷൻ പ്രകാരമാണെങ്കിൽ ഹാഗറിന് ഒരു കുഴപ്പമില്ല, എത്ര വേണേലും ഗർഭം ധരിക്കാം, ഒരു പ്രശ്നമില്ല. അബ്രഹാമിനെ ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല. കുഴപ്പം സാറാമച്ചിക്കാണ്. പക്ഷെ സാറാമച്ചിയോടാണ് തമ്പുരാൻ പറഞ്ഞത്, ഞാൻ നിന്റെ ഉദരത്തിൽ നിന്നും ഒരു തലമുറയെ തരും. പക്ഷെ സാറാമച്ചി പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞ് എല്ലാം ചെയ്തിട്ടും ഒന്നും കാണാനില്ല. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാവോ? ക്ഷീണമുണ്ടായി, ഒരു മടുപ്പുണ്ടായി, ഉടനെ ജഡത്തിന്നൊരു ചിന്തയുണ്ടായി. ഒരു കാര്യം ചെയ്യ്, യഹോവ എൻ്റെ ഉദരത്തെ അടച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യ് അബ്രഹാം പിതാവേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഹാഗറിൽ നിന്ന്, നമ്മുടെ ദാസിയായ ഹാഗറിൽ നിന്നും ഒരു മകനെ നമുക്ക് കിട്ടും. അബ്രഹാമിനെ ഫോഴ്സ് ചെയ്യുവാൻ തുടങ്ങി. എപ്പോഴും ശ്രദ്ധിച്ചോണേ, നിങ്ങൾ യേശുവിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ക്ഷീണിച്ച് അവശരായി തളർന്ന് ഈ ലോകത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെയും അവർ സൊല്യൂഷനിൽ ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയരെ, ഉറപ്പിച്ചോ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നമ്മൾ തളർന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ ക്രമീകരിക്കേണ്ടത്. നമ്മളെപ്പോഴാണെന്നറിയോ ഉപവസിക്കുന്നത്? നിങ്ങൾ എപ്പോഴും ആ സമയത്ത് നിങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ദൈവവചനപ്രകാരം നോക്കിക്കേ. ഏതാ ദൈവവചനപ്രകാരം ദൈവസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് റോമാലേഖനത്തിൽ പറഞ്ഞ വാക്കുകൊണ്ടോ? നന്മയും പ്രസാദവും. നോക്കിക്കേ, ആ വാക്കുകൊണ്ടോ? ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കണം. മനസ്സിനെ റിന്യൂ ചെയ്യണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ മനസ്സ് പുതുക്കുന്നത് എങ്ങനെയാ? മനസ്സിന്റെ അകത്ത് എന്തേലുമൊക്കെ നടക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പകരം മനസ്സിന്റെ അകത്ത് പ്രവർത്തിപ്പാൻ കഴിവുള്ള ആളാണ് പരിശുദ്ധാത്മാവ്. ഈ വ്യക്തിത്വമാണ് നമ്മളെ മാനസാന്തരപ്പെടുത്തിയത്, അല്ലേ? എവിടെയോ കടന്ന് നമ്മളെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന ആളാ പരിശുദ്ധാത്മാവ്. ഈ വ്യക്തിക്കാണ് എന്നെ മനസ്സ് പുതുക്കുവാൻ കഴിയുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക്, നമ്മൾ ഈ അന്യഭാഷാ പ്രാർത്ഥനയൊക്കെ ക്രമീകരിച്ച സമയത്ത് നമുക്കറിയാം അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾ ബസ് യാത്ര ചെയ്ത് അവിടെ നിന്ന് ഇവിടുന്ന് കഴിഞ്ഞ ഒരു സൗകര്യം പറഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി എന്നൊക്കെ ഉണ്ട് പ്രാർത്ഥനയ്ക്ക് വരിക. ഞാനത് കണ്ടു. അപ്പോൾ വണ്ടിക്കൂലി എല്ലാം മുടക്കി നനച്ചു നോക്കി കഷ്ടപ്പെട്ട് എറണാകുളത്ത് തിരക്കുള്ള സിറ്റിയാണ്. ഇവിടെ വന്ന് ആ പ്രാർത്ഥന പങ്കുചേരുമ്പോൾ ഇതൊരു യാഗമാണ്. തന്നെത്താൻ എന്ത് ചെയ്യുവാണ്? ത്യജിക്കുകയാണ്. ഭവനത്തിന്റെ അകത്തിരുന്ന് സൂമി കേട്ടാ പോരെ, മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ തന്നെ സാക്രിഫൈസ് ചെയ്യുകയാണ്. അവിടെ വന്ന് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ അവിടെ ആരും വണ്ടിക്കൂലി തരത്തില്ല, അവിടെ ആരും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. കൊള്ളാം സഹോദരി, വന്നത് നന്നായി, ഭയങ്കര കേട്ടോ എന്നും പറയുന്ന ആരും നിങ്ങളെ പ്രശംസിക്കാൻ വരത്തില്ല, വണ്ടിക്കൂലി തരത്തില്ല. ചിലപ്പോൾ നിങ്ങളെ ആരും ചിരിച്ചു കാണിച്ചെന്ന് വരത്തില്ല, ആരും മൈൻഡ് ചെയ്തില്ലെന്ന് വരത്തില്ല. ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ബസ് കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ മഴ പെയ്തെന്നിരിക്കാം, ഒത്തിരി സ്ട്രഗിൾ ചെയ്തെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആത്മമണ്ഡലത്തിൽ അവിടെ യുദ്ധം ചെയ്യുകയായിരുന്നു. ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്നവൻ യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ യുദ്ധം കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ട്. യുദ്ധം ആരുടെ കൂടെയാണെന്നറിയാവോ? ഞാൻ യഹോവയുടെ പക്ഷം ചേർന്നാണ് യുദ്ധം ചെയ്യുന്നത്. ആമേൻ. അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ മനസ്സിനെ ദൈവഹിതപ്രകാരം മനസ്സ് പുതുക്കി ദൈവം എന്നെ ഉറപ്പിക്കും. എൻ്റെ ഒരു ശക്തി വരും. ഈ ശക്തിയുടെ പ്രത്യേകത, ഇതിനെ സൃഷ്ടിപ്പാൻ കഴിവുള്ള ശക്തിയാണിത്. ഇതിന് സൃഷ്ടിക്കുവാൻ കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ കരുതും. ഞാൻ ഇന്നാൾ പറഞ്ഞാൽ ഈ ശക്തി എന്ന് പറയുന്നത് ഇത് ഒരു ഒറ്റ വാക്കി തീർന്നാൽ ഇതൊരു പ്രസന്റ് കണ്ടീഷനാണ്. ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒഴുകുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവശക്തിയിലേക്കാണ് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്? കർത്താവ് വിളിച്ചിരിക്കുന്നത്.
അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തേക്കും പോകുമ്പോൾ ചിലത് പറയുമോ ബ്രദറെ, ഞാൻ നിങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു. കാര്യം എവിടെ പ്രാർത്ഥന വെച്ചാലും ഇല്ലാത്ത വണ്ടിക്കൂലിയൊക്കെ ഉണ്ടാക്കി ഇല്ലാത്ത വണ്ടിയും പിടിച്ചുകൊണ്ട് നിങ്ങൾ ട്രെയിനും അതുമൊക്കെ കയറി വരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നിങ്ങൾക്ക് ഒരു ത്യാഗം ചെയ്യുക, ഒരു യാഗം ചെയ്യുകയാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? അതിന്റെ കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അയൽപക്കക്കാരോട് പറയണം, ചുമ്മാ പറയണം, ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടെയാ? ഞാൻ കണ്ണൂരുള്ള ഒരു വ്യക്തി പറയുവാണ്, ഉദാഹരണം മാത്രമാണ്. ആ വ്യക്തി പറയും, ഞാൻ തിരുവനന്തപുരത്തോട്ട് പ്രാർത്ഥനയ്ക്ക് പോവാ. കണ്ണൂരുള്ള ഒരു വ്യക്തി അയൽപക്കത്തെ ആന്റിയോടെ ചേട്ടനോട് പറയുകയാണ്, ഞാൻ തിരുവനന്തപുരം വരെ ഒരു പ്രാർത്ഥനയ്ക്ക് പോവാ. ആത്മീയമായിട്ട് മറുപടി പറയണമേ. അയൽപക്കാരന്റെ മറുപടി എന്തോ ആയിരിക്കും എന്ന് പറ. ഇവിടെങ്ങും പ്രാർത്ഥന ഇല്ല, അവിടെ വരെ പോയെങ്കിലേ പ്രാർത്ഥന നിങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിക്കും അല്ലേ? ഈ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഇല്ലാത്ത വണ്ടി എല്ലാം പിടിച്ച് ട്രെയിനും ബസ്സും എല്ലാം കയറുന്ന ആലോചിച്ച് എന്തോരം വണ്ടിക്കൂലിയാണ്. പിന്നെ റൂം എടുക്കണ വേറെ കാശ്, ഹോട്ടലിൽ കാശ്, ബ്രദറും എല്ലാം കൊടുക്കോ? ഇല്ല. ഏതെങ്കിലും ദേവാസം കൊടുക്കോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വട്ടല്ലേ എന്നവർ ചോദിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സൊന്ന്, നിങ്ങളുടെ ബുദ്ധി ഉടനെ പറയും, ശരിയാണല്ലോ, ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഒരു ബിരിയാണി മേടിച്ച് കഴിക്കാൻ മേലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കണ്ടോ അല്ലേ? സത്യമല്ലേ? പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ കർത്താവിന്റെ നാമത്തിൽ അത് ചെയ്യുമ്പോ ശിഷ്യന്മാർക്ക് ഉറങ്ങുന്നത് കണ്ടിട്ട് കർത്താവ് പറയോ, പാവം പത്രോസ് ഉറങ്ങട്ടെ, പാവം, എന്തായാലും ഞാൻ ക്രൂശിലോട്ട് പോവല്ലേ, എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യും, അവസാനത്തെ ഉറക്കമല്ലേ, ഉറങ്ങിക്കോട്ടെ, ഇനിയിപ്പോ ഉറക്കമില്ലാത്ത ദിവസങ്ങളല്ലേ വരാൻ വേണ്ടി പോകുന്നത്. തമ്പുരാൻ വിട്ടുകൊടുത്തില്ല. ഉണർന്നിരിക്കുക. കണ്ടോ? അപ്പൊ ഒരു ചോദ്യം, കർത്താവ് അങ്ങേക്ക് കണ്ണിച്ചോരയില്ല? കാര്യം ഞങ്ങൾ ഇത്രയും ടയേർഡായിട്ട് ഇരിക്കുമല്ലോ. യേശു പറയും, മോനെ പരീക്ഷ വരുന്നുണ്ട്. പരീക്ഷ വരുന്ന സമയത്ത് നീ ദൈവത്തെ വിളിച്ചിട്ട് കൺഫ്യൂഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതെ ഇപ്പോൾ ശക്തിപ്പെട്ടാൽ പരീക്ഷാ സമയത്ത് നീ ബലപ്പെട്ട് നിൽക്കും. ആ സമയത്ത് പരീക്ഷകന്റെ ശക്തിയെ ഇടിച്ചു കളയുവാൻ, അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കുവാൻ കഴിയും. ഇതാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ ജഡത്തെ യാഗമാക്കി ദൈവത്തിന് സമർപ്പിക്കണം. എന്തിനാണെന്നറിയാവോ? നന്മയും പ്രസാദവും തിരഹിതവും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം. ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രതിഫലം കിട്ടും. ഞാൻ ഇവിടുന്ന് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നാലമുള പോകാൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞത്. നിയോഗം ഉണ്ടെങ്കിൽ പോവുക, ഇല്ലേ പോകരുത്. ദൈവാത്മാവ് ഉള്ളത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോവുക, ഓടിപ്പോവല്. അങ്ങനെ പോയി. ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ പറയുവാണ്. അപ്പൊ കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത് ദൈവവചനത്തിന്റെ അകത്ത് സ്പഷ്ടമായി ദൈവവചനം നമ്മൾ സംസാരിക്കുക, നിങ്ങൾ ദൈവഹിതം ഇന്ന് തിരിച്ചു നോക്കി, ദൈവഹിതം. ഇനി ഞാൻ പറയാൻ വേണ്ടി പോവാണേ. 16-ാം അധ്യായത്തിൽ ദൈവഹിതം ഇസഹാക്കായിരുന്നു. പക്ഷെ സാറായും അബ്രഹാമിന്റെ മനസ്സിലേക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാനുള്ള ആ ഒരു കാര്യം അവരിൽ നഷ്ടപ്പെട്ടു പോയി. എന്താ അവിടെ സംഭവിച്ചു? അവർക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കഴിയുന്നില്ല. ആമേൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കഴിയാത്തത് കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? അവർ കർത്താവിന്റെ സന്നിധിയിൽ അവരൊരു തീരുമാനമെടുത്തി. എന്താ തീരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഹാഗറിൽ നിന്നും ഒരു തലമുറ എടുക്കാം. ഹല്ലേലൂയ. എന്റെ പ്രിയരെ ശ്രദ്ധിച്ചോണേ, ഹാഗറിന്റെ അകത്തു നിന്നും ഒരു തലമുറ എടുക്കാനല്ല തമ്പുരാൻ വിളിച്ചു. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവരെ ആരെങ്കിലും എന്തേലും പറയുന്ന കേട്ട് നിരാശപ്പെട്ടു പോരുതേ. അവർ പറയും, കുറെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് പറയുമ്പോൾ തളരുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ഉപവസിക്കേണ്ടത്. ചുമ്മാ ഉപവസിക്കുകയല്ല ചെയ്യേണ്ടത്, ബലപ്പെടാൻ വേണ്ടി, ശക്തിപ്പെടാൻ വേണ്ടി. മനസ്സ് തളർന്നു പോകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർന്നിരിക്കണം. ദൈവസന്നിധിയിൽ ബലപ്പെടണം. വാക്തത്വങ്ങൾ നിങ്ങളുടെ അകത്ത് ശക്തിയോടെ വ്യാപരിക്കുവാൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങളിപ്പം ഇല്ലാത്ത സമയം ഉണ്ടാക്കി ജോലി കഴിഞ്ഞ് വരുന്നവരും അല്ലാത്ത വീട്ടമ്മമാരും കിടന്നുറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുക. അപ്പൊ ഭർത്താവ് ചോദിക്കും, മക്കൾ ചോദിക്കുക, അമ്മ അല്ലെങ്കിൽ അച്ഛ, മക്കൾ ഉറങ്ങണ്ടേ? എപ്പോഴും ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? പറയണം, ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ കുടുംബം നിലനിൽക്കുന്നത്. കണ്ടോ? എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ധൈര്യത്തോടെ പറഞ്ഞോണം.
നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് കുടുംബത്തിന്റെ അകത്ത് അനർത്ഥങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് തകർന്നു പോകേണ്ട സ്ഥാനത്ത്, ദുഷ്ടപിശാച് അവകാശം പിടിച്ച് നടക്കേണ്ട സ്ഥാനത്ത് പലതും മാറിപ്പോകുന്നതിന്റെ പിന്നിലെ കാരണം അവർക്കറിയത്തില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവനറിയാം. പ്രാർത്ഥിക്കുന്നവനറിയാം എന്റെ കുടുംബത്തിന്റെ അകത്ത് ഞാനൊരു തീമതിലാണ്. കാര്യം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഭവനത്തിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിന്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു പരീക്ഷ ഇന്ന് പലരെയും പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അതെല്ലാം മാറിപ്പോകുന്നതിന്റെ കാരണം അത് ഭാഗ്യമല്ല കേട്ടോ, ഭയങ്കര ഭാഗ്യവാനല്ല പറയേണ്ടത്, അത് പ്രാർത്ഥിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ യഹോവ എന്ത് ചെയ്യത്തില്ല, പട്ടണത്തെ നശിപ്പിക്കത്തില്ല പ്രിയരെ. ആമേൻ. അപ്പൊ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ഒരു എക്സ്ട്രാ മൈൽ നമ്മൾ ഓടേണ്ടി വരും. കാര്യം എവിടെയൊക്കെയോ നമുക്ക് ശക്തിയുടെ ആവശ്യമുണ്ട് പ്രിയരെ, ശക്തിയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു ചോദ്യം, ബ്രദറെ, അതിനല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നത്? ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ പല അത്ഭുതങ്ങൾ നടക്കുന്നത്, സത്യമാണ് പ്രിയരെ. പക്ഷെ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് സംശയിക്കാതെ വിശ്വസിക്കണം. നമുക്ക് അബ്രഹാമിന്റെ സാറാമച്ചന്റെ വീട്ടിലോട്ടൊന്ന് പോകാം. അവർക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. ദൈവം അത്ഭുതം ചെയ്യും. സാറാമച്ചനെ ചോദിക്കുക, അബ്രഹാമിനോട് ചോദിക്കുക, ദൈവം ഇസ്ഹാക്കിനെ തരുമോ? പിന്നെ തീർച്ചയായിട്ടും തരും. എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ അമ്മച്ചിയുടെ മനസ്സിന്റെ അകത്തൊരു സംശയം, യഹോവ എന്റെ ഉദരത്തെ അടച്ചിരിക്കുന്ന കുഞ്ഞിനെ കൊണ്ടും തോന്നില്ല. സാറായിലേക്കുണ്ടോ? വിശ്വാസത്തിന്റെ അകത്ത് വേലിയേറ്റം സംഭവിക്കുന്നത് കൊണ്ടോ? അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടോ? അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നത് കൊണ്ടോ? ഈ ഫൈറ്റ് നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് അവിശ്വാസങ്ങൾ പുറത്തു വരും. അവിശ്വാസത്തിന് റിസൾട്ടുകളുണ്ട്. വിശ്വാസത്തിന് റിസൾട്ട് ഉള്ളതുപോലെ അവിശ്വാസത്തിന് റിസൾട്ട് ഉണ്ട്. വിശ്വാസത്തിന്റെ റിസൾട്ടാണ് ഇസാക്ക് എങ്കിൽ അവിശ്വാസത്തിന്റെ റിസൾട്ടാണ് ഇസ്മായേൽ. ആമേൻ. അപ്പൊ അവിശ്വാസത്തെ എങ്ങനെ ജയിക്കാം? വിശ്വാസത്തിൽ ശക്തിപ്പെട്ടാൽ മതി. ബൈബിളിൽ ഒരു വാക്യമാണ്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു വാഗ്ദത്തം ചെയ്ത ദൈവം എന്ന് വിശ്വസ്തനെന്ന് എണ്ണിയെന്നാ പറഞ്ഞത്. കണ്ടോ? ആ വിശ്വാസത്തിൽ എങ്ങനെ ശക്തിപ്പെടുന്നത്? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളകത്തേക്ക് ദൈവവുമായിട്ട് കണക്ഷൻ വരുന്നു. ദൈവവുമായിട്ടുള്ള കണക്ഷനാണ് പ്രാർത്ഥന. അതാണ് മത്തായിയിൽ യേശു പറഞ്ഞത്, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നീയോ പ്രാർത്ഥിക്കുമ്പോ, അങ്ങനെ പറയുന്നല്ലേ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ ദൈവവുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരുന്നു. എത്ര നേരം പ്രാർത്ഥിക്കണം? എത്ര നേരം പ്രാർത്ഥിച്ചോ അത്ര നേരം ആ വർധനവുണ്ടാവും. ശക്തി നമ്മളിലുണ്ട്, ശക്തിയുടെ വർധനവുണ്ടാവും. ക്ഷീണിച്ച് മടുത്തു പോകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഉള്ളത്തിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ അപ്പൊ ഉണ്ട്. നമ്മുടെ ഉള്ളത്തിൽ മടുത്തു പോകാൻ സാധ്യതകൾ ഉണ്ട്. നമ്മൾ പലപ്പോഴും ശിഷ്യന്മാര് കണ്ടില്ലേ, അവർ ക്ഷീണിച്ചു പോയി, മടുത്തുപോയി, ഉറങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞു, മക്കളെ ഉണർന്നിരിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു വിശ്വാസി ആദ്യം, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ബൈബിൾ എഴുതി എപ്പോഴും പറയാം, കർത്താവ് എന്തുകൊണ്ട് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് പലതും കാണാൻ പറ്റുന്നില്ല? എത്ര പേർക്ക് എന്നെ സംശയം ഉണ്ടായിട്ടുണ്ട്? അതോ എനിക്ക് മാത്രമേ സംശയമുള്ളൂ? ആമേൻ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോണേ. നമ്മൾ പൊതുവെ പറയും, ചിലപ്പോൾ എൻ്റെ കുറവുകൊണ്ടായിരിക്കും കിട്ടാത്തത്, അല്ലെങ്കിൽ ബ്രദറിന്റെ കുറവുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കിട്ടാത്തത്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറവുകളെ തമ്മിൽ ചുമക്കുക. ഒരു കാര്യം ഓർത്തോണേ, വാഗ്ദത്തം നിറവേറണമെങ്കിൽ ശക്തി വേണം. വാഗ്ദത്തം എപ്പോൾ നടക്കണോ അതിന് ശക്തി വേണം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വചനം കേട്ടാൽ ആ വചനം അതേപോലെ ആർക്കും എടുത്തുകൊണ്ട് പോവാം. നിരീശ്വരവാദിക്ക് എടുത്തുകൊണ്ട് പോവാം, അയാൾക്കും കാണാപ്പാടം പറയാം. പക്ഷെ ശക്തി വെളിപ്പെടുമ്പോഴാണ് വചനത്തിന് ജീവൻ വെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ അങ്ങനെ സാറായും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പുത്രോത്പാദനത്തിന് ശക്തി വ്യാപരിച്ചു. ശക്തി വേണം. അപ്പൊ ചില സമയങ്ങളിൽ ഈ ശക്തിക്ക് വേരിയേഷൻ ഉണ്ടാവും. ശക്തിക്ക് വേരിയേഷൻ ഉണ്ട്. യേശു പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് ആ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. തൊട്ടുമുള്ളൊരു വാക്യമുണ്ട്, ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിക്കണം. സംശയവും വിശ്വാസവും ഒരേപോലെ മിക്സഡ് ആയാൽ അവിടെ എന്തുണ്ടാകത്തില്ല? ശക്തിക്ക് പാസ് ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും അവിശ്വാസം നമ്മൾ പോലും അറിയാതെ കയറും.
എങ്ങനെ അറിയാൻ പറ്റും? ഒരു രക്ഷയില്ല. സംശയത്തെ അറിയാൻ പറ്റത്തില്ല. നമുക്ക് സംശയിക്കുന്നത് അറിയാൻ കഴിയത്തില്ല. തളരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ, അയ്യോ ഞാൻ സംശയിച്ചു എന്ന്. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ ചേർന്നിരുന്നാൽ മതി. വർധനവുണ്ടാവും. വാഗ്ദത്തങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കും തോറും ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ. എന്നാൽ ദൈവം നിങ്ങളോട് അടുത്തു വരും. കണ്ടോ, അടുത്തു വരും ദൈവം. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയും, പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സ്വർഗീയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അല്പനേരം ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഭവനത്തിന്റെ വിളക്ക് ഞാനാണ്, എൻ്റെ ഭവനത്തിന്റെ വെളിച്ചം ഞാനാണ്, ലോകത്തിന്റെ വെളിച്ചം ഞാനാണ്. അത്ഭുത മന്ത്രിയായ യേശു ക്രിസ്തു വസിക്കുന്നത് എന്നിലാണ്. ലോകത്തിന് ഞാനൊരു അനുഗ്രഹമാണ്. എല്ലാവരും നന്ദി പറഞ്ഞ് ഇന്ന് ഭവനങ്ങളുടെ മേലേക്ക് ആ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവൻ, നമുക്കറിയാം, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. കണ്ടോ, ശക്തിയെ പുതുക്കണം. അപ്പൊ ഈ പുതുക്കിക്കൊണ്ടിരിക്കണം ഈ ശക്തി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ബ്രദറെ, ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ദൈവസന്നിധിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ട് ബ്രദറെ, ഞാൻ വീടിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് 10 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പോരാ. യേശു പറഞ്ഞു 1 hour. ഇനി പോട്ടെ, ആദ്യമൊക്കെ 1 hour പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് ആഗ്രഹം, എൻ്റെ ലക്ഷ്യം 1 hour ആണ്. പക്ഷേ 5 മിനിറ്റ് ആകുമ്പോഴത്തേന് ഞാൻ ഉറങ്ങി വീഴുക. എനിക്ക് ശക്തി വേണം, പ്രാർത്ഥിപ്പാൻ എനിക്ക് ശക്തി വേണം, വചനം പഠിക്കാൻ ശക്തി വേണം. അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ വീടിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു അന്തരീക്ഷം, ഭവനത്തിന്റെ അകത്ത് ഉറക്കെ വചനം പറയണം, വാഗ്ദത്തങ്ങളെ ഏറ്റുപറയണം. അന്യഭാഷ വരവില്ലെങ്കിൽ അന്യഭാഷ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്യഭാഷ പ്രാർത്ഥനകളിൽ പോയി പകർച്ചയിലൂടെ അത് മേടിക്കുകയും ചെയ്യണം. ആമേൻ. നോക്കിക്കേ, നിങ്ങൾ എന്ത് ചെയ്യണം? ഭവനത്തിന്റെ അകത്ത് ഉറക്കെ ഇരുന്നുകൊണ്ട്, ചിലപ്പോൾ നമുക്ക് ക്ഷീണം വരാം, മടുപ്പ് വരാം, പക്ഷെ ഒരു എക്സ്ട്രാ മൈൽ ഞാൻ എടുക്കുവാണ്. ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവേ, എന്ന ഭവനത്തിന്റെ മേലേക്ക് വലിയ പ്രവർത്തികൾ സംഭവിക്കുന്നല്ലോ. ഭവനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ, കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ മെയ് 4 എന്നുള്ള ഒരു ഡേറ്റ് കർത്താവ് എന്നെ കാണിക്കുക. ആ മെയ് 4 എന്ന് പറയുമ്പോൾ തന്നെ ഈ എം എന്ന് പറയുന്ന അക്ഷരത്തിന്റെ പേരിന്റെ ഒരു അക്ഷരത്തിന്റെ ആദ്യം കണ്ടുകൊണ്ടിരിക്കുക. മെയ് 4 എന്നൊരു ഡേറ്റ് കാണുകയും എം എന്ന് പറയുന്ന ഒരു അക്ഷരം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അത് ആരുമായി ബന്ധപ്പെട്ടതാണോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് മെയ് 4. അശ്വതി പി എം എന്നാണ് എന്റെ. അശ്വതി പി എം ഉണ്ട് അതിന്റെ അകത്ത് അല്ലേ? സിസ്റ്ററുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് മെയ് 4. മെയ് 4 1967 മെയ് 4. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിന്റെ ഉള്ളത്തിൽ പറയാം, പ്രാർത്ഥിക്കാം. ഈ എം എന്നുള്ളത്, പി എം, ഈ ഇനിഷ്യൽ വരുന്ന എം എന്നുള്ളത് എന്താ, വീട്ടുപേരിന്റെ വല്ലതാണോ അതോ പിതാവിന്റെ വല്ല പേരിന്റെ ആണോ? പിതാവിന്റെ പേരാ. എന്താ പേര് പിതാവിന്റെ? മത്തായി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ടതുപോലെ, മത്തായിയോട് പറഞ്ഞതുപോലെ തന്നെ കർത്താവെ, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കേട്ടതുപോലെ തന്നെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി എന്ന് കർത്താവ് ചെയ്യുക. എന്റെ ഉള്ളത്തെ കർത്താവിന്റെ വാക്ക് പറയുന്നത്, സിസ്റ്ററെ, അന്ധകാരങ്ങൾ മാറിപ്പോകുന്നു യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല, എന്റെ ഉള്ളത്തെ കർത്താവ് പറയുന്ന ഒരു മായയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ കൂടെ ജോലി ചെയ്യുന്ന മായയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഇന്നാണ് പറഞ്ഞായിരുന്നല്ലോ, ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ ആത്മഹത്യ പ്രവണതയുള്ളൊരു സഹോദരൻ തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ്. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. എന്റെ കൂടെയുള്ള സഹോദരിയുടെ ബ്രദറാണ് തൂങ്ങി മരിച്ചത്. ആ സഹോദരി എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, പലവട്ടം പറഞ്ഞ് ആത്മഹത്യ ചെയ്യണം, ആത്മഹത്യ ചെയ്യണം. വീണ്ടും ദൈവം ഓർപ്പിക്കുക ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ.
ആമേൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവ് ആമേൻ. ഇന്ന് മെയ് 4 സിസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നോ ഡേറ്റ് ഓഫ് ബർത്ത് വല്ലോ, ഡേറ്റ് ദിവസം വല്ലോ? ഇല്ല ബ്രദർ, ഇല്ല. ഇല്ല. ഇന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. മായയുടെ ജീവിതത്തിന്റെ മേലെ കർത്താവിന്റെ പ്രവൃത്തി തൊടാൻ വേണ്ടി പോവാ. ആ മകളെ ജീവനിലേക്ക് നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ ജീവനിലേക്ക് അനേകരെ കൊണ്ടുവരുന്നവരാ. ഞാൻ കർത്താവേ, അവരോട് പറഞ്ഞായിരുന്നു, സ്വർണ്ണമൊക്കെ കൊടുത്തതാ. ഈ ദിവസങ്ങളിൽ പ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. കർത്താവെ, ആ മകൾ യേശുവിലേക്ക് വരണം, ഞാൻ അതിന്റെ മുഖാന്തരമാകും. ഇന്ന് ഞാൻ അതിനു വേണ്ടി കർത്താവ്, ഞാൻ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി പ്രിയമകളുടെ മേൽ തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ പറഞ്ഞ സിസ്റ്റർ അഭിഷേകത്തെ സ്വീകരിച്ചു. ഓ യേശുവേ, പരിശുദ്ധാത്മാവെ, അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി, തൊടുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഓ യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ, അങ്ങ് തൊടുന്നല്ലോ, ദൈവമേ, അങ്ങ് സ്പർശിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, അങ്ങ് തൊടുന്നല്ലോ അപ്പ. 1974 ജനിച്ചൊരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് കൃപ എന്ന് പറയുന്ന വചനത്തിന്റെ അകത്തെ ഒരു വാക്ക് അവിടെ എവിടെയോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് വീടിന്റെ അകത്ത് കാണുന്നു. അതെന്തോ ഒരു വാക്യമായിട്ടോ എന്തോ ബന്ധപ്പെട്ടതാണ് എഴുതി വെച്ചു. പക്ഷെ കൃപ എന്നുള്ളത് ഞാൻ എടുത്തു കണ്ടുകൊണ്ടിരിക്കുക. ആ ഭവനത്തെ കർത്താവ് ഇന്ന് തൊടുവാന്ന് പറഞ്ഞു. ആ ഭവനത്തിന്റെ അകത്ത്, ആ ഭവനത്തിന്റെ മേൽ ആ കൃപ വ്യാപരിക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആരാണോ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണോ? ജാനകിയാണ്, കണ്ണൂരിന്ന് വിളിക്കുന്നു. ഞാൻ എഴുതി ടീച്ചർ ഉറക്കെ പറയാവോ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ വചനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വർക്ക് ഏരിയയില് ഉണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ സിസ്റ്റർ? ഭവനത്തിന്റെ അകത്ത് 74 1974 ഞാൻ ജനിച്ചത് ബ്രദർ. സിസ്റ്റർ ജനിച്ചത് ആ കാല കൃപ എഴുതി വെച്ചിട്ടുണ്ടോ വീട്ടിലെ വചനം? എഴുതി വെച്ചിട്ടുണ്ട്. ഓ യേശു, ഇന്ന് കൃപ വ്യാപരിക്കോട്ടെ. അർഹിക്കാത്ത നന്മ എന്ന കൃപയുടെ അർത്ഥം അർഹിക്കാത്ത നന്മ. അർഹിക്കാത്ത നന്മ ദേശത്ത് കർത്താവിന്റെ നാമത്തിൽ കാണാൻ വേണ്ടി പോവാ. ഓ യേശുവേ, നന്ദി പറയുന്നു. അപ്പൊ ഞാൻ സിസ്റ്റർ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ ഈ ഭവനത്തിന്റെ ആ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ മരം മുറിച്ച ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ആ ഒരു അതെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിന്, ഒരു മാവ് മുറിച്ചിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഒരു വീട്. ഞാൻ പക്ഷെ പറഞ്ഞിട്ടില്ലായിരുന്നു അത് സാക്ഷ്യമായിട്ട്. അതെന്റെ ഭവനമായിരുന്നു. പറഞ്ഞിട്ടില്ലായിരുന്നു സാക്ഷ്യം? കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറഞ്ഞിട്ടുണ്ടായിന് ബ്രദർ. സിസ്റ്റർക്ക് അത് പറയാൻ പറ്റിയില്ല? ഇല്ല, പറയാനൊരു മടിയാന്ന്, ഒരു പേടി പോലെയാണ്. എന്തിനാ പേടിക്കുന്നത്? ഞാൻ എനിക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ അജിത സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമേൻ. പേടിക്കൊന്നും വേണ്ട, എപ്പോഴും ഞാൻ പറഞ്ഞില്ല. മാവ് മുറിച്ചിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഒരു വീട്ടിന്റെ മുമ്പിലത്തെ ഭാഗത്ത് കിടക്കുന്നുണ്ട്. അത് ദൈവം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് എന്റെ ഭവനായിരുന്നു. ഇപ്പൊ സിസ്റ്ററുടെ ഭവനത്തിലാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ കർത്താവ് വീണ്ടും പേടി മാറ്റി ഒന്ന് ഉറപ്പിക്കുക കേട്ടോ. കുടുംബത്തിന്റെ മേലേക്ക് അർഹിക്കാത്ത നന്മ വെളിപ്പെടാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. സാക്ഷ്യം പറഞ്ഞു ബ്രദർ, വലിയൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിന്. ജാനകിയുടെ മൂത്ത മകന്റെ അതൊന്നും പറഞ്ഞിട്ടുണ്ടായി. അന്നും പേടിയായിട്ട് പറഞ്ഞില്ല? അന്നും പറഞ്ഞില്ല. ഇപ്പൊ ധൈര്യം വന്നത്. മോൻ PhD പഠിക്കുന്നുണ്ട്. എന്നാ യേശുവിന്റെ നാമത്തിൽ അർഹിക്കാത്ത കൃപ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഞാൻ ഈ കൈലാസ് എന്ന് എഴുതിയേക്കുന്ന ഒരു വണ്ടി പോലെ എന്തോ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഒരു ഓടുന്നതായിട്ടൊരു കാഴ്ച കാണിക്കും. എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അത് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചോണം. ആ പേര്, ആ വണ്ടിയുടെ പേര് അത് നോട്ട് ചെയ്ത് വെച്ചോണേ. അങ്ങനെ ഒരു വ്യക്തി ആ വണ്ടിയില്, ആ വാഹനത്തില് കയറി, ഈ ഒരു പേരാ അതിന്റെ പേര് വാഹനത്തിന്റെ, അതേല് ഭവനത്തിലേക്ക് ഒരു വ്യക്തി വരുന്നു. അതൊരു അടയാളമാണ് നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ചില കാര്യങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പോകട്ടോ. നന്ദി യേശു.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. ഒരു ആലോചന വെളിപ്പെടുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നമുക്ക് കയറണമെങ്കിൽ നിങ്ങൾ പലപ്പോഴും എനിക്ക് വന്ന പല പ്രാർത്ഥനയിലും സംഭവിക്കുന്ന കാര്യമാണ്. പല സഹോദരിമാരും ഈ പ്രവചനാലോചന കഴിയുമ്പോൾ എന്ന് പറയും, ബ്രദർ എൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്, ഞാൻ ആ സമയത്ത് ഇങ്ങനെ പേടിച്ചവിടെ ഇരുന്നു, എൻ്റെ പേരായിരുന്നു വെളിപ്പെടുത്തിയത്, എൻ്റെ കുടുംബത്തിലെ വിഷയങ്ങളായിരുന്നു വെളിപ്പെടുന്നത്, ഞാനത് പേടിച്ചിരിക്കും. എന്നിട്ട് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നാ ധൃതി വെച്ചിരിക്കുമായിരിക്കും പ്രാർത്ഥന കഴിയുമ്പോൾ. നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുമായിരിക്കും പ്രാർത്ഥിക്കാൻ. അപ്പം അതിനിടയ്ക്ക് വന്ന് ആ സമയത്ത് നിങ്ങൾ കൈ പൊക്കി ചാടി ഒരു മടിയും വേണ്ട. ബ്രദറിനെ എന്തിനാ പേടിക്കുന്നത്? ആമേൻ. ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. എല്ലാവരും ഞാൻ പറയുന്നത്, മിക്കപ്പോഴും നേരിട്ട് വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് എല്ലാം കഴിയോ എൻ്റെ കാര്യമാണ് പറഞ്ഞു, ധൈര്യത്തോടെ കൈ പൊക്കിക്കണം, ഒരു ചമ്മലും വേണ്ട. കാര്യം ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ ചാടി പിടിച്ചോ. നിങ്ങൾ അങ്ങനെ നിൽക്കണം, ചാടിച്ചാടി നിൽക്കണം ദൈവസന്നിധിയിൽ. ദാവീദെ കണ്ടില്ലേ, ഗോലിയാത്ത് വന്നാലും മറിച്ചിടാൻ വേണ്ടി ധൈര്യമാ. അതുപോലെ ചാടിച്ചാടി വിശ്വാസി നിൽക്കണം. കർത്താവ് പ്രിയമാക്കി കൊടുത്ത ധൈര്യത്തിന് നന്ദി. ഇപ്പൊ പറഞ്ഞല്ലോ, ഇനി ധൈര്യത്തോടെ നിന്നോണം കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിന്നെയും പ്രാർത്ഥിച്ചു, യേശുവേ പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞാനൊരു 15 സെന്റ് സ്ഥലം ഉള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. 15 സെന്റ് സ്ഥലത്തിന്റെ അകത്താണ് ഇത് നിൽക്കുന്നത്. ആ സ്ഥലത്തിന്റെ മേൽ ഞാനൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ആ സ്ഥലത്തെ ഇങ്ങനെ കീറി മുറിക്കുന്നത് പോലൊരു ദർശനം ഞാൻ കണ്ടുപിടിക്കുക. കീറി മുറിച്ചിട്ട് അതിൻ്റെ മേൽ ആ നന്മ കീറി നശിപ്പിച്ച് ചെതറിപ്പിച്ച് കളയുവാൻ നോക്കുന്ന ഒരു പ്ലാന് കർത്താവ് ഇന്നത് എടുത്തു മാറ്റുക. യേശുവേ നന്ദി പറയുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആ മണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൈമാറ്റം പോലെ കാണിക്കുകയാണ്. പൗലോസ് എന്ന് പറയുന്ന ഒരു പേര്, അഥവാ പൗലോസിന്റെ ഇംഗ്ലീഷ് പേര് പോൾ, ഇങ്ങനെ 2 പേരുകൾ ഇങ്ങനെ മാറി മാറി കാണുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ മണ്ണിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്കായിട്ട് അത് കർത്താവ് വേർതിരിക്കുക എന്ന് പറഞ്ഞത്. ആ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. അത് ചെതറിപ്പോകത്തില്ല. അത് അനുഭവിക്കും നന്മ. അതിൻ്റെ അകത്തുനിന്ന് നന്മ അതിൻ്റെ അകത്തുനിന്ന് കാണുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. സഹോദര സലവ, ഈ പേരുമായിട്ട് എന്നാ സിസ്റ്റർ ബന്ധം? കട്ടായിപ്പോയി. പേരുമായിട്ട് എന്നാ ബന്ധം എന്നോട് നോക്കണേ. അതാ ഞാൻ പറഞ്ഞ അടയാളം ശ്രദ്ധിച്ചോണേ. ഈ പൗലോസ് ഒന്നും അതുപോലെ തന്നെ പറഞ്ഞു. നിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 1974 മാർച്ചിൽ എന്റെ മോൻ ജനിച്ചതാണ്. ഏറ്റെടുത്തോ? ഏറ്റെടുത്തോട്ടെ, തീർച്ചയായിട്ടും ഏറ്റെടുത്തോ സിസ്റ്ററെ. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. ആമേൻ. ഞാനും 1974 ജനിച്ചാണ്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ചു, നിന്നോട് കൃപയുള്ള ആറാകട്ടെ. ഏറ്റെടുത്തോ സിസ്റ്ററെ. ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോണം. കർത്താവിന്റെ സാക്ഷ്യമായി വെളിപ്പെടും കേട്ടോ. ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ 2 പേരിങ്ങനെ മാറി മാറി എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് എന്നും കാണിക്കുന്നുണ്ട്, പൗലോസിനെ ഇംഗ്ലീഷ് പേരിലേക്ക് വരുമ്പോൾ പോൾ എന്നാണ് വരുന്നത്, ഇതും കാണിച്ചുകൊണ്ടിരിക്കുക. ഈ 2 പേരുകൾ ഇങ്ങനെ മാറി മാറി മിന്നുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുക ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയൊരു സാക്ഷ്യം ഇന്ന് അതിന്റെ മേൽ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പറയാൻ വേണ്ടി. എന്തോ? എന്റെ ഭർത്താവാ. പൗലോസ് സിസ്റ്ററുടെ ഭർത്താവാ. ഈ സ്ഥലവോ? 15 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് നഷ്ടമായി കിടക്കുകയാണ്. കുടുംബപരമായിട്ടുള്ള കേസിലാണോ അതോ? കേസില്ല, പിന്നെ അത് സഹോദരങ്ങൾ ഇങ്ങനെ അപഹരിച്ചെടുത്തുന്നതായിട്ടാ. ഞങ്ങൾ കേസിനൊന്നും പോയിട്ട്. അതായത് ഞാൻ കണ്ടൊരു ദർശനം ഇങ്ങനെ മുറിച്ച് കിടക്കുന്ന, അതായത് അനുഭവിക്കാൻ കഴിയാതെ മുറിച്ച് കിടക്കുക. അതെ, പൗലോസ് എന്നുള്ളത് ഭർത്താവാ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കൈവശയിലേക്ക് വരാൻ വേണ്ടി പോകട്ടോ. നന്മ നമ്മുടെ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അതിന്റെ മേൽ നിൽക്കുന്ന സകല അവകാശവാദങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യും. നിങ്ങൾക്ക് അനുഭവിക്കേണ്ട നന്മയെ അപഹരിച്ചു കൊണ്ടുപോയത് യേശുവിന്റെ നാമത്തിൽ അത് മടങ്ങി വരട്ടെ.
അതിന്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങി. സ്വീകരിച്ചോ സിസ്റ്ററെ? യേശുവിന്റെ നാമത്തിൽ അതിന്റെ പ്രതിസന്ധികളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. തടസ്സങ്ങളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. സകല വിശ്വാസിന്റെ മുഖങ്ങളെയും ഞങ്ങൾ ആത്മാവിൽ അതിനെ ഒടിച്ചു കളയുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ കേട്ടോ. വലിയ അത്ഭുതം അവിടെ തുറക്കുക. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ ഒരു ഭവനത്തിന്റെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കും. ഒരു ബസ് ഇങ്ങനെ തട്ടി, ഒരു ചുവന്ന കളറിലൊരു ബസ് തട്ടി ഒരു മതിലിങ്ങനെ ഇടിഞ്ഞ് ആ ഒരു കാഴ്ച അടുത്ത് കണ്ട, അതായത് നിങ്ങൾ നിൽക്കുന്ന ഭവനവുമായിട്ട് തൊട്ടടുത്താണ് ഈ ഒരു സംഭവം നടന്നത്. ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കർത്താവ് പറയുക, ഈ അനർത്ഥങ്ങൾ പതിവായി കാണുകയും കൺമുമ്പിൽ പല അനർത്ഥങ്ങൾ കൺമുമ്പിൽ കാണുകയും അതോടൊപ്പം തന്നെ പല അനർത്ഥങ്ങളിലേക്ക് ഉന്തിയിടാൻ പോകുന്ന ഒരു അനുഭവം ഉള്ളൊരു വ്യക്തി. അതായത് നിങ്ങൾ അനർത്ഥങ്ങൾ കാണും, പലപ്പോഴും നിങ്ങളുടെ കൺമുമ്പിൽ ഇതേപോലെ അനർത്ഥങ്ങൾ. ഇപ്പം നിങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഈ ബസ് ഇങ്ങനെ ഇടിച്ച് ഒരു മതിൽ തകർത്ത്, നിങ്ങൾക്കത് കണ്ടു. ഒരു ചുമന്ന കളറിലെ ബസ്. നിങ്ങൾ കാണുന്നത്, എന്നെ കർത്താവ് കാണിക്കുക. അത് മാത്രമല്ല, ഈ വ്യക്തി ഇങ്ങനെ അനർത്ഥങ്ങൾ പതിവായി കാണും, സ്വപ്നത്തിലൂടെയും നേരിട്ടുമൊക്കെ കാണും. പലരുടെയും വീഴ്ചകൾ, പല കാര്യങ്ങൾ കാണും. അത് മാത്രമല്ല, ഈ വ്യക്തി പലപ്പോഴും ഈ അനർത്ഥങ്ങളിലേക്ക് ആവശ്യമില്ലാതെ വീഴുകയും അങ്ങനെ പല കാര്യങ്ങളിൽ പോയി പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് കർത്താവ് ഉള്ളത്തിലേക്ക് പറയുന്നു, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, വീഴ്ത്തുവാൻ നോക്കുന്ന സകലത്തെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ആരാണോ വ്യക്തി, സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഇത് കർത്താവ് എന്നോട് ഉള്ളത്തിൽ പറയുന്നു, വീഴത്തില്ല, കർത്താവിന്റെ നാമത്തിൽ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളുടെ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം സാക്ഷ്യത്തിന്റെ ദൈവമാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ആ വ്യക്തിയുടെ ഉൾഭയങ്ങൾ വിട്ടുപോട്ടെ, അനർത്ഥങ്ങൾ വിട്ടുപോട്ടെ. ദൈവ സാക്ഷ്യമായി കർത്താവെ അങ്ങ് മാറ്റുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവെ, നന്ദി യേശുവേ. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവീകമായിട്ടുള്ള സാക്ഷ്യങ്ങളെ തുറക്കുവാൻ വേണ്ടി പോകുന്നു. ആമേൻ. അതോടൊപ്പം തന്നെ ഈ പ്രവീൺ എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിക്കുക. പ്രവീൺ എന്ന് പറയുന്ന തലമുറ, സഹോദരനല്ല, തലമുറ. ആ ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് വെല്ലുവിളികൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നു എന്നെ ഉള്ളത്തിലേക്ക് പറയുന്നു. ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, തലമുറകളുടെ ഭാവി അടച്ചത് ഒരു പെൺ തലമുറയെ ഞാൻ ആ കുടുംബത്തിൽ കാണുന്നുണ്ട്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. യേശുവിന്റെ അധികാരം പറയാൻ വേണ്ടിയാണോ? എന്റെ ചേച്ചിയുടെ മോനാണ് പ്രവീൺ. ചേച്ചിയുടെ മോൻ പ്രവീണ, സഹോദരിയുണ്ട് പ്രവീണ. കർത്താവെ, ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ആ കുടുംബത്തിന്റെ മേൽ തടസ്സങ്ങൾ നീങ്ങി ദിവ്യ സമാധാന ഭവനത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. മോൻ ദുബായിക്ക് പോകാൻ വേണ്ടിട്ട് ഒരു 5-6 മാസമായി. പൈസയൊക്കെ കൊടുത്തു. അവന്റെ അവരുടെ കൂടെ കൊടുത്തപ്പോ എല്ലാവർക്കും പോകാൻ ശരിയായി. മോന് മാത്രം ഫോട്ടോന്റെ ക്ലിയർ ഇല്ലാന്ന് പറഞ്ഞത് പല പ്രാവശ്യമായി തിരിച്ചു വരുന്നു. കുറെ പ്രാവശ്യം പിന്നെ അയച്ചു കൊടുത്തിട്ട് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെയും വിട്ടു. അവര് പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ പ്രവീണിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതെ. അവന്റെ പാസ്പോർട്ട് കയ്യിലുണ്ടോ? തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തിരിച്ചു കൊടുക്കുന്നു. പ്രവീണിന് സഹോദരി ഉള്ളതാണോ? സഹോദരി ഉള്ളതാണോ? സഹോദരിയുണ്ട്. ഉള്ളതാ. ഇന്ന് ആ യേശുവിന്റെ നാമത്തിൽ ആ നന്മ അനുഭവിക്കാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്നതിന് ദുഷ്ടപിശാച് യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിന്നെ വെട്ടിമാറ്റുന്നപ്പാ. ആ ഭവനത്തിന്റെ മേൽ തലമുറകളുടെ ഭാവി അടച്ച് പലതവണ ജസ്റ്റ് അത് റിജക്റ്റ് ആയി പോയല്ലേ, കിട്ടാതെ. കൂടെ ഉള്ളവർക്കെല്ലാം ലഭിച്ചു. അതെ.
ഓ യേശുവെ, ആ ദുഃഖകരമായ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പാ. മറ്റുള്ളവരെ കർത്താവ് നന്മ പ്രാപിക്കുമ്പോൾ ദൈവമക്കൾ പുറകോട്ട് പോകത്തില്ല, ഉയർച്ച തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ രാത്രി റിലീസ് ചെയ്യുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ അത് അത്ഭുതകരമായി കർത്താവിന്റെ സാക്ഷ്യമായി തീരും, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, ശരീരത്തിന്റെ മേൽ വേദനകളാൽ രോഗത്താൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ടോ? ഇതിന്റെ അകത്ത് വേദനകളാൽ ഭാരപ്പെടുന്നവരുണ്ടോ? ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ഇന്ന് നടക്കുമ്പോഴൊക്കെ വേദന ശ്രദ്ധിച്ച് നമുക്ക് രോഗികൾക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് ചെയ്യുവാൻ വേണ്ടി പോവാണ്, യേശുവിന്റെ നാമത്തിൽ. എന്റെ കൂടെ ഇനി പ്രാർത്ഥിച്ചതിന് ശേഷം ശ്രദ്ധിച്ചോണേ, വെറുതെ പ്രാർത്ഥന കൈക്കൊള്ളരുത്. കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്താണോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായ വ്യത്യാസം, മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് പറയണം. ശ്രദ്ധിച്ചോണേ, കർത്താവ് നിങ്ങളുടെയും രോഗത്തെ വഹിച്ചതാണ്. നമ്മൾ ഈ വേദന അനുഭവിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഭാരപ്പെടാൻ ബൈബിള് പറയുന്നില്ല. ഈ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവേ, ഞങ്ങളിപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. എല്ലാവരും രോഗികളായി ഭാരപ്പെടുന്നവരെ കൈവച്ച് ഇപ്പോൾ തന്നെ ഏത് രോഗമായിക്കോട്ടെ, ഏത് വേദന ആയിക്കോട്ടെ, ശരീരത്തിലെ മുഴകളായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഏത് മാരക രോഗമായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ചിട്ട് പറ, യേശുവിന്റെ രോഗത്തെ വഹിച്ചു. കർത്താവ് എന്റെ വേദനകളെ ഞാൻ ചുമക്കത്തില്ലെന്ന് പറ. സൗഖ്യം എന്റെ അവകാശമാണ്, അത്ഭുതം എന്റെ അവകാശമാണ്. ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ എനിക്ക് പെടുമരണം എന്റെ കുടുംബത്തിൽ സംഭവിക്കത്തില്ല. ബൈബിൾ പറഞ്ഞ അനർത്ഥം വരികയില്ല, ബാധ എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ദുഷ്ടന്റെ ആശ നശിക്കും, നിങ്ങൾക്ക് എതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. യേശുവേ നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചേട്ടന്റെ മോൻ പ്രിൻസ്, അങ്ങനെ തന്നെ എടുത്തു പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചേട്ടന്റെ മോനായ പ്രിൻസ്, ഈ രണ്ട് വ്യക്തികൾക്കും, ഈ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തോമസിനെ ദൈവം ഇതിൻ്റെ അകത്ത് നിന്ന് തൊടാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക, ഇതിന്റെ റിസൾട്ട് നിങ്ങൾ കാണും. യേശുവിന്റെ നാമത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ചാടി പിടിച്ചോണേ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ആ ഭവനത്തിന്റെ മേൽ നിങ്ങളിലൂടെ കർത്താവ് ഒരു വെളിച്ചത്തെ പകരുവാൻ വേണ്ടി പോകുന്നു, അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തെ പകരാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ കൃപ വ്യാപരിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അല്പനേരം ഒന്ന് അന്യഭാഷ പറഞ്ഞ് ഈ പ്രാർത്ഥിക്കുന്ന രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശുവിന്റെ രോഗത്തെ ഇതിന് ശേഷം ഞാൻ ചോദിക്കും, എന്താണോ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വ്യത്യാസം, എന്താണോ ഇന്ന് പ്രാർത്ഥിച്ചവർ വ്യക്തമായി നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം വെളിപ്പെടാൻ വേണ്ടി പോവാ. അന്യഭാഷ വരമുള്ളവർ യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ അന്യഭാഷ എന്ന് പ്രാർത്ഥിച്ച് അർത്ഥന റീക മനാസിയാന്തരി. ആ ഭാഷാവരങ്ങൾ ഈ സമയത്ത് വലിയൊരു പകർച്ച നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ സംഭവിക്കട്ടെ അപ്പ. കൃപാവരങ്ങളുടെ ജ്വലനം ഉണ്ടാകട്ടെ അപ്പ. സുവിശേഷത്തിന്റെ എരിവുണ്ടാകട്ടെ അപ്പ. ആത്മഭാരം ഉണ്ടാകട്ടെ. അർത്ഥന റിയാന്തരി. യേശുവിന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കുന്നു. കൈയെടുത്ത് വെച്ച് കൈ മാറ്റരുത്. രോഗികളായി ഭാരപ്പെടുന്നവർ കൈ മാറ്റരുത്. യേശുവിന്റെ അടിപ്പിണരാൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റബ ശംദഹസിയാന്തരെ അർപന റീക മനാക സകേനിയാന്തരെ ഉഡാറബൽഖന ശതാന ഹർമസിയാന്തരെ ഓ റീക ബറബ ശഖമനസിയാന്തരെ ശംദഹസിയാന്തരെ ഓ റീകാബാറാബച്ചന്ദരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അത്ഭുതങ്ങൾക്ക് നന്ദി കർത്താവേ, അത്ഭുത വിടുതൽ നന്ദി കർത്താവേ, പൂർണ്ണ സൗഖ്യത്തിന് നന്ദി കർത്താവേ, പൂർണ്ണ വിടുതൽ നന്ദി കർത്താവേ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എത്ര പേര് പ്രാർത്ഥിച്ചവരുണ്ട് ഇപ്പോൾ ആ വേദനയുടെ മേൽ കൈവച്ച്? എത്ര പേര് പ്രാർത്ഥിച്ചവരുണ്ട്? അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എത്ര പേര് പ്രാർത്ഥിച്ചിട്ട് എന്താ നിങ്ങൾക്കുണ്ടായ വ്യത്യാസമുള്ളവര്?
മനസ്സിന് സമാധാനം കിട്ടി. ഉം പ്രാർത്ഥിച്ചിട്ട് എത്ര പേർക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി. ആ മാറിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ വേദന ഇല്ല. വേദനയില്ല. ആമേൻ. എത്ര നാളുടെ എക്സ്ട്രാ വേദന ഉണ്ടായിരുന്നു? കുറെ നാളായിട്ട് ഈ വേദന. കുറെ നാളെന്ന് പറഞ്ഞാ മറ്റൊരാൾ കേൾക്കുമ്പോ ബലപ്പെടാൻ വേണ്ടിയാ. 1.5 വർഷമായിട്ട് ഈ വേദനയുണ്ട്. സിസ്റ്റർ പറയുന്നതാണോ? ഇപ്പൊ കാണുന്ന ആളാണോ? ഉഷ എന്ന് പറഞ്ഞ സിസ്റ്റർ ആണോ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഒരു മിനിറ്റ്. ആ ഇപ്പൊ കാണാം. എത്ര വർഷം എക്സ്ട്രാ വേദന ഉണ്ടായിരുന്നു? 1.5-2 വർഷത്തോളമായി വേദന ഉണ്ടായിട്ട്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? വേദന ഇപ്പൊ ഞാൻ തൊട്ട് നോക്കിയപ്പോ വേദന ഇല്ല. ഇപ്പൊ എനിക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. സിസ്റ്റർക്ക് നേരത്തെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. നടക്കുമ്പോ ഒരു വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ വേദന ഇല്ല. ഇല്ല. കർത്താവ് പൂർണ്ണ സൗഖ്യമാക്കി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ഇന്ന് ശരീരത്തിന്റെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. പറഞ്ഞു. ഞാൻ ഈ ഒരു അമ്മയെ നോക്കാൻ ഇവിടെ നിൽക്കുമായിരുന്നു. അമ്മയ്ക്ക് സംസാരിക്കൊന്നുമില്ല. കുറെ നാളായിട്ട് 1.5 വർഷത്തോളമായിട്ട് കിടക്കുന്നതാണ്. പാട്ട് വേണമെന്നേ പറയുള്ളൂ. ഇപ്പൊ ഞാൻ എപ്പോഴും തല കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ, കർത്താവിന്റെ നാമത്തിൽ കൈവച്ചു പറഞ്ഞ നാവിന്റെ കെട്ടം അഴിച്ചോ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ വാതോരാതെ സംസാരിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശു വലിയ റിസൾട്ട് ആണത്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും പ്രാർത്ഥിച്ചവർ ചെക്ക് ചെയ്തേ. വിട്ടുകൊടുക്കരുത്. സൗഖ്യം നിങ്ങളുടെ അവകാശം. പറഞ്ഞു. ആരാ അത്? പറഞ്ഞു. ഒരു മിനിറ്റ്. ആരാ പറയുന്നേ? കേൾക്കാൻ പറ്റുന്ന പേര് പറയോ? ആ പറഞ്ഞു. രമ. എനിക്ക് 3-4 ദിവസം കൊണ്ട് ജലദോഷം വന്ന് മൂക്ക് പിടിച്ച് അങ്ങനെ ഭയങ്കര മൂക്കിനകത്ത് വേദനയായിരുന്നു. ബ്രദർ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും വേദന എല്ലാം മാറി, പൂർണ്ണമായി മാറി. ഓ, നന്ദി കർത്താവ്. കൊടുത്ത അത്ഭുത സൗഖ്യത്തിൽ നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സാക്ഷ്യം പറയാനുള്ളവര് വീഡിയോ ഓൺ ആക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്ന സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. എന്നാ പറ്റിയതായിരുന്നു ബ്രദറെ? കാലിന്റെ ഉപ്പൂറ്റിക്ക് നടക്കുമ്പോ ഇടയ്ക്ക് വേദന ഉണ്ടായിരുന്നു. വേദന അത് എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? അത് സ്ഥിരമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ വേദന മാറി. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ വേദന ഇല്ല. ഓ, നന്ദി യേശു. അങ്ങ് സൗഖ്യമാക്കിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന് ധൈര്യത്തോടെ നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയുക. അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരും. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, 1 മാസമായിട്ട് എന്റെ കാലിന്റെ മുട്ടിന്റെ മടക്കിന് ഭയങ്കര വേദനയായിരുന്നു. മടക്കാനും നോക്കാനും ഒക്കത്തില്ല. ഭയങ്കര ഒരു പിടുത്തമായിരുന്നു ബ്രദറെ. ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പോഴും ഭയങ്കര വേദനയ്ക്ക് കാൽ മടക്കി വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ബ്രദർ പറഞ്ഞപ്പോ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചോണ്ടായിരുന്നു ബ്രദറെ. ഞാനിപ്പോ മടക്കി നൂത്തും എല്ലാം നോക്കി പൂർണ്ണ സൗഖ്യമായി. ഓ, നന്ദി യേശുവേ. കർത്താവ് അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ബ്രദറെ, എനിക്ക് കൈ എനിക്ക് പൊക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മിനിറ്റ്. ഒരാൾ പറഞ്ഞോട്ടെ സിസ്റ്റർ. ഒരാൾ പറഞ്ഞോട്ടെ. പറഞ്ഞു. ഇടത്തെ കൈ എനിക്ക് പൊക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു 2-3 മാസമായിട്ട്. അപ്പൊ ഞാൻ എല്ലാം ഈ രോഗ ശുശ്രൂഷ സമയത്ത് ബ്രദർ പറയുമ്പോ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്നും കൈവച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നുണ്ട്. പൊക്കാനും താഴ്ക്കാനും എല്ലാം ഞാൻ നല്ലപോലെ 2-3 പ്രാവശ്യം ഞാൻ നോക്കി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 5-6 മാസമായിട്ട് വേദനയായിരുന്നു. കൈ പൊക്കാനും പറ്റുന്നില്ലായിരുന്നു. പറ്റുന്നില്ലായിരുന്നു. ഓ, ഇപ്പൊ പ്രാർത്ഥിച്ച ശേഷം കൈയും പൊക്കാം, കൈ താക്കാം. ഒരു കുഴപ്പമില്ല ഇപ്പൊ. ഓ, യേശുവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ. ഹലോ. പറഞ്ഞു. അത് എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയില് മുട്ടുവേദനയ്ക്ക് സൗഖ്യം കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. എത്ര നാളുണ്ട് സിസ്റ്റർ വേദനയായിരുന്നു? 17 വർഷമായി. ഓ, നിങ്ങൾ കേട്ട സിസ്റ്റർ. വീഡിയോ ഓണാക്കാൻ പറ്റും. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പറ്റുന്ന സാഹചര്യം വല്ല ആണോ? ഞാൻ
ആ കണ്ടില്ലല്ലോ. ആണോ? ആ, കാണാവോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. സാരമില്ല, കുഴപ്പമില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടാ ചോദിച്ചത്. ഈ സാക്ഷ്യം അനേകര് കേൾക്കണം. എത്ര വർഷമായിട്ട് സിസ്റ്റർ വേദന ഉണ്ടായിരുന്നു? വർഷമായതാണ്. ഞാൻ ഭയങ്കര വേദന, എനിക്ക് നടക്കാനേ വയ്യാതിരുന്നിട്ട് ഒരു 5 മിനിറ്റ് പോലും എൻ്റെ കാലുകൊണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു ബ്രദറെ. എനിക്കിപ്പം നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ചർച്ചിലൊന്നും പോകാനായിട്ട് ഇവിടെ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ചർച്ചിലോട്ട് കുറച്ച് ഗേറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിലോട്ട് പോകണമെങ്കിൽ കുറച്ച് അധികം നടക്കണം. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ നടക്കാനേ പറ്റൂലായിരുന്നു. പക്ഷെ ഈ ഞായറാഴ്ച ഞാൻ നടന്നു പോയി ബ്രദറെ. അതായത് വെള്ളിയാഴ്ചത്തെ നമ്മുടെ ലീഡേഴ്സ് മീറ്റിംഗിന്റെ അകത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അന്ന് എനിക്ക് മുട്ടുവേദന നോക്കിക്കേ, 17 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ്. ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല അവിടെ മുട്ടിന്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? 17 വർഷമായിട്ടുണ്ടായിരുന്ന വേദന ഇപ്പൊ ഇല്ല. കേരളത്തിൽ എവിടെയാ? എറണാകുളം. അപ്പൊ അടുത്ത പ്രാർത്ഥനയിൽ നമുക്ക് സാക്ഷ്യം പറയണം കേട്ടോ. നടന്നു വന്ന് സാക്ഷ്യം പറയണം. അനേക രോഗികളായി മുട്ടുവേദനയായിട്ട് ചിലപ്പോൾ നമുക്കറിയാം ഇത് റീപ്ലേസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം കേൾക്കണം, യേശു എന്നെ തൊട്ടെങ്കിൽ നിങ്ങളെ തൊട്ട്. ബ്രദറെ, എന്റേത് അങ്ങനെയാ പറഞ്ഞു വിട്ടേക്കണത് ഡോക്ടർ. ഇപ്പൊ പറഞ്ഞിട്ട് 2 വർഷമായി. കണ്ടോ? ഇനി നടന്നാല് അങ്ങനെ വരും, നടന്നാല് ഇനി നിങ്ങളുടെ വളഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു ഒത്തിരി. കണ്ടോ? ഡോക്ടർ സർട്ടിഫൈ ചെയ്ത രോഗമാ. ഇനി നടന്നാ വളഞ്ഞു പോകുന്ന പറഞ്ഞ വേദന ഉണ്ടായിരുന്ന 17 വർഷമായിട്ട്. ഇപ്പൊ യേശു തൊട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല നടക്കുന്നതിന്. കണ്ടോ? നിങ്ങൾ കണ്ടോ? ചർച്ചിൽ കാറ് വണ്ടി വിട്ടെടുത്തോണ്ട് പൊക്കോണ്ടിരുന്ന ആളാണ്. ഗേറ്റ് കഴിഞ്ഞു പോലും നടക്കാൻ പറ്റാത്ത ആളായിരുന്നു. 17 വർഷമായിട്ട് രോഗമുണ്ടായിരുന്ന ആളായിരുന്നു. ഡോക്ടർ 3 വർഷം മുമ്പ് പറഞ്ഞത് റീപ്ലേസ് ചെയ്യേണ്ടി വരും, ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ വളഞ്ഞു പോകുമെന്ന് പറഞ്ഞതാണ്. റീപ്ലേസ് എനിക്ക് അറിയത്തില്ല എന്താ പറഞ്ഞത്. അത് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ വളഞ്ഞു പോകുമെന്ന് പറഞ്ഞ വിഷയമാണ്. യേശു തൊട്ടു. ആമേൻ. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, സൗഖ്യം നമ്മുടെ അവകാശമാണ് പ്രിയരെ. രോഗവുമായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ചിലർ പറയും, അത് ദൈവം തന്ന ദൈവത്തെ അങ്ങ് ദൈവത്തെ ആരാധിക്കേണ്ടത് മുടന്തനെ പോലെയാ. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചു. ഇന്നലെ അവൻ മുടന്തനായിരുന്നു, പിന്നീട് അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചു. ഇതാണ് കർത്താവിന്റെ സാക്ഷ്യം. ആമേൻ. സാക്ഷ്യമുള്ളവര് ചാടി ചാടി പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഡെലിവറൻസ് മീറ്റിങ്ങിനകത്ത് എനിക്ക് കാലിന്റെ വേദനയായിട്ടിരുന്ന, കാലിന് വളരെ പുകച്ചിലും ഒക്കെ ആയിരുന്നു. അന്ന് സൗഖ്യം വന്നു. അത് വളരെ നാളുകൾക്ക് മുമ്പേ ഉള്ളതാണ്. എത്ര നാള്? അതുപോലെ തന്നെ എത്ര നാളായിട്ട്? വർഷങ്ങളായതാ. എന്നാലും എത്ര വർഷം? ഒത്തിരി വർഷമായതാ. കാര്യം ഞാൻ ചോദിക്കുന്നത്, റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മളിത് പലർക്കും അയച്ചു കൊടുക്കും. അപ്പൊ ഇത് ചെന്നപ്പെടുന്ന ഏതെങ്കിലും രോഗികളുടെ അടുത്തോട്ടായിരിക്കും. അപ്പൊ അവര് നോക്കുമ്പോ അവര് ചിലപ്പം ഇത്ര വർഷമായിട്ട് പറഞ്ഞു ഏകദേശം. അത് ഏകദേശം എന്നാലും 10 വർഷത്തിൽ മേലെ. 10 വർഷം. അതുപോലെ തന്നെ പിന്നെ ശനിയാഴ്ച വെളുപ്പിനത്തെ അന്യഭാഷ പ്രാർത്ഥനയില് എന്റെ കാലിന്റെ 3-4 ദിവസത്തിന് മുമ്പ് തുടങ്ങിയ കാലിന്റെ തള്ളവിരലിന് ഭയങ്കര കഠിനമായ വേദന. എനിക്ക് നടക്കാനൊന്നും നോക്കത്തില്ലായിരുന്നു. അപ്പൊ അന്നത്തെ പ്രഭാതത്തിലെ ആരാധനയില് എനിക്ക് വിരലിന് നല്ല സൗഖ്യം വന്നു. അന്നേരം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അന്നേരം എനിക്ക് നടക്കും വേദന ഉണ്ടായിരുന്നെങ്കിലും ഒരു 6 മണി കഴിഞ്ഞപ്പോ ഞാൻ ആഹാരമൊക്കെ വെക്കാൻ അടുക്കളയിലോട്ട് കയറിയപ്പോഴാണ് കാലിന് ഒട്ടും വേദനയില്ല. അതായത് 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയും മാറി, വിരലിന്റെ വേദനയും മാറി. അതുപോലെ എനിക്ക് വേറെ ഒരു വലിയൊരു സാക്ഷ്യമുണ്ട്. അത് 10-27 വർഷത്തോളം ആയതാണ്. എന്റെ പുറത്തിന് വേദനയാണ്. അത് ഞാൻ പറയാതിരുന്നത്, നേരത്തെയൊക്കെ എനിക്ക് അങ്ങനെ സൗഖ്യം വന്നു കഴിഞ്ഞ് എന്തെങ്കിലും കട്ടിപ്പണി ജോലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും അത് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അത് ഇങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ട്, വരുമോ അറിയാനെ കൊണ്ട്. കഴിഞ്ഞ ഒക്ടോബർ ലാസ്റ്റ് പ്രാവശ്യത്തെ ഡെലിവറി മീറ്റിങ്ങിനകത്ത് എനിക്കാണെങ്കിൽ എൻ്റെ പുറത്ത് ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുറത്തിന് വേദന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അന്നേരം പുറത്തുനിന്ന് എന്തോ താഴോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. രോഗാത്മാവ് വിട്ടുപോയതാണ്. നമുക്ക് 27 വർഷമായിട്ടുണ്ടായിരുന്ന പുറത്തെ വേദന
അത് വണ്ണം പോയി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഡെലിവറൻസ് പ്രാർത്ഥനയിൽ എന്താ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. ആ പിശാച് ദുരാത്മാവ് രോഗശക്തി അവിടെ നിന്ന് വിട്ടുപോയതാണ്. അതുകൂടാതെ 10 വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടിന്റെ വേദന ഉണ്ടായിരുന്നു, മാസങ്ങളായിട്ടുള്ള വിരലിന്റെ വേദന, ഇതെല്ലാം പൂർണ്ണ സൗഖ്യമായി ഇപ്പൊ അല്ലേ? അതെ ഓ യേശു അത്ഭുത മന്ത്രി. കണ്ടോ, നമുക്ക് വേണ്ടി ക്രൂശിൽ യേശു വില കൊടുത്തത് നമ്മൾ രോഗിയായി ഇരിക്കാൻ വേണ്ടിയല്ല, ഓടി നടന്ന് യേശു ജീവിക്കുന്ന പറയാൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലസ് യു. ഇതൊക്കെ നേരിട്ട് വരുമ്പോൾ ഈ സാക്ഷ്യം എല്ലാം കേൾക്കണം കേട്ടോ. സാക്ഷ്യമുള്ളവരൊക്കെ മടി കൂടാതെ, നമുക്കറിയാം വിശ്വാസികളെ കൊന്നൊടുക്കുകയും പല രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് ഇതെല്ലാം തട്ടിപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസത്തെ ഒതുക്കുവാൻ നോക്കുന്ന 100 1000 ആൾക്കാരുണ്ട്. അവരെല്ലാം മുമ്പേ പറയും, ഞാൻ ജീവനുള്ള യേശുവിന്റെ സാക്ഷിയാന്ന് പറയണം. ലോകം നിങ്ങളൊരു സാക്ഷ്യം പറയുമ്പോൾ ഓർത്ത്, ലോകം ഇതിനെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ വിശ്വാസികൾ, സൗഖ്യമായവർ, വിടുതൽ കിട്ടിയവർ പറയണം, ഇത് തട്ടിപ്പല്ല, ഇതെന്റെ യേശു ജീവിക്കുന്ന സാക്ഷ്യമാണെന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആർക്കും എതിർക്കാൻ കഴിയത്തില്ല. അപ്പോസ്തലരുടെ ഒരു വാക്യമുണ്ട്, ആ മുടന്തനായ മനുഷ്യൻ സൗഖ്യമായി അവർ ഇടയിൽ നിന്നപ്പോഴേക്കും ബൈബിൾ പറയുന്നു അവർക്കത് എതിർക്കാൻ കഴിഞ്ഞില്ല. കാരണം സൗഖ്യമായ മനുഷ്യൻ അവരുടെ ഇടയിൽ നിൽക്കുമായിരുന്നു. കണ്ടോ, എതിർക്കാൻ വന്നവന്റെ വായടഞ്ഞു. കാരണം ജീവനുള്ള കർത്താവ് അവനെ തൊട്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സാക്ഷ്യം ലോകം അറിയണം. നമുക്കറിയാം ഈ കാലത്ത് വലിയ പീഡ നടക്കുവാണ്. യേശുവിന്റെ സുവിശേഷവും അത്ഭുതങ്ങളും ഒക്കെ കള്ളത്തരവാന്നും പറ്റീരാന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം തട്ടിപ്പാന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഇവരെല്ലാം ഇടയിൽ ജീവനുള്ള സാക്ഷിയായിട്ട് നമ്മളെ നിർത്തിയിരിക്കുക ദൈവം. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം എല്ലാം പറയിപ്പിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ട്? ചാടി പറഞ്ഞാട്ടെ. ഒരു ആലോചന പറഞ്ഞില്ലേ, തള്ളിയിടുന്ന വീണ് കാണുന്നുണ്ട്, വീഴ്ച കാണുന്നുണ്ട്, മനപ്പുഴ എന്നാ ഉൾഭയമൊന്നേ. അത് ഞാനായിരുന്നു. നമുക്ക് എന്റെ അരനേട്ടൻ 7 മാസമായി തുടങ്ങിയിട്ട്. ഞാൻ ചില സമയത്ത് നമ്മളെ മുന്നിൽ ചാടി മുമ്പ് കാണും. പേടി വരും സമയത്ത്. അതൊരു വെട്ടിമലി പ്രാർത്ഥിക്കോ. അരനേട്ടൻ എന്റെ വാർത്ത തള്ളിയിടുമ്പോ വീഴുന്നത് കാണുക. ശക്തി മുന്നിൽ ചാടി ഒന്നും ഞാൻ കാണില്ല. ഇന്നേരം വെട്ടിമലി പ്രാർത്ഥിക്കോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ വലിയൊരു കവറിങ് വരുക കേട്ടോ. പല സ്ഥലങ്ങളിൽ പോയി അനർത്ഥം കാണുന്ന ആലോചന ദൈവാത്മ ഇടപെട്ടതാണ്. ആ പ്രവചന ആലോചനയുടെ തമ്പുരാൻ തൊടുവാണ്. യേശുവിന്റെ നാമത്തിൽ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ ദൂതന്മാര് കാവലാകുന്നല്ലോ. കർത്താവ് ഇനി മുമ്പിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ അത് വെട്ടി നീക്കി ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാര് കാവലായിരിക്കുന്നല്ലോ. മകളെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്റെ പേര് ശാന്തമ്മ വർഗീസ്. എന്റെ പുറത്ത് ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. ഞാൻ തൊടുമ്പോഴൊക്കെ അതിങ്ങനെ നീങ്ങുന്ന പോലെ തോന്നുമായിരുന്നു. കുറച്ച് നാളായിട്ടുണ്ട്, 5-6 വർഷമായിട്ട്. ഞാൻ തൊടുമ്പോ ഒക്കെ വേദനയുണ്ട്. എഴുന്നേക്കുമ്പോഴും എഴുന്നേക്കുമ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ചൊക്കെ എഴുന്നേക്കുമ്പോ ഒക്കെ പോകാൻ വയ്യാത്ത പോലെ വേദന. അത് ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ തൊട്ട് എനിക്ക് സൗഖ്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാണുന്നില്ല ആ മുഴ. അയ്യോ, ഇത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ. 6 വർഷമായിട്ട് പുറത്തുണ്ടായിരുന്ന മുഴയല്ലേ, തൊടുമ്പോ അറിയാൻ പറ്റും. വേദന ഉണ്ടായിരുന്നു. ഇന്നലെ വരെ അത് ഉണ്ടായിരുന്നു. എപ്പോഴത്തെ പ്രാർത്ഥനയാണ്? ഡെലിവറൻസ് പ്രേയറിലാണോ മാറിയത്? ഫ്രൈഡേ മീറ്റിംഗിലാണ്? എപ്പോഴാ മാറിയത്? ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ ഇന്നലത്തെ പ്രാർത്ഥനയെ സൗഖ്യം. ഓ യേശു, ഇത് വലിയൊരു അത്ഭുതമാണ്. കർത്താവ് ഇടപെട്ടൊരു വാക്ക് കേട്ടോ. മുഴകൾ എത്ര പേരത് കേട്ടായിരുന്നു? മുഴകൾ അപ്രതീക്ഷമായി പോകുന്നു. എത്ര പേര് ആ പ്രവചനം കേട്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഇടപെട്ടത് വലിയ അത്ഭുതം. ആമേൻ ആമേൻ. സൗകര്യം പറഞ്ഞോട്ടെ. 6 വർഷമായിട്ടുണ്ടായിരുന്ന അത് പിടിക്കുമ്പോൾ അറിയാൻ പറ്റുമായിരുന്നു. വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ആ മുഴ അവിടെ കാണുന്നില്ല, വേദന അവിടെ കാണുന്നില്ല. യേശു എടുത്തു മാറ്റിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇത് അനേകരോട് പറയണം കേട്ടോ. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്, യേശു എന്നെ അത്ഭുതം ചെയ്തെന്ന് പറയണം. ഓടി നടന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഇത് അന്ത്യകാലഘട്ടമാണ്. ദൈവമക്കൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഓടി നടന്ന് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുക, തീയിൽ നിന്ന് അനേകരെ വലിച്ചെടുക്കുക. വലിയ ദൗത്യം നമ്മുടെ മേലുണ്ട് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇത് നേരിട്ട് വരുമ്പോ സാക്ഷ്യം പറഞ്ഞു. നേരിട്ട് എവിടെയാ? സ്ഥലം എവിടെയാ? ആലപ്പുഴ. അപ്പൊ നോക്കട്ടെ, നമുക്ക് ആലപ്പുഴയിൽ എവിടെയെങ്കിലും ഒരു സാക്ഷ്യം നമുക്ക് കാണാം കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്ക് ഈ ഷോൾഡറിന്റെ ഇടത് ഭാഗം ഭയങ്കര വേദന. ഒരു ആപ്പിളിന്റെ വണ്ണത്തില് അവിടെ എന്നും വേദന. അവിടുന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തി പറിക്കും, മുള്ളു പോലെ കുത്തലുണ്ട്. അവിടെ കഴപ്പും വേദനയും. ഞാൻ അവിടെ അമർത്തി പിടിക്കുക വേദന വരുമ്പോ. അങ്ങനെ കുറെ വർഷമായി ഈ വേദന അനുഭവിക്കുന്നു. അങ്ങനെ പാസ്റ്റർ ബുധനാഴ്ച പറഞ്ഞു, ഇങ്ങനെ രോഗിയുടെ വേദനയുള്ള ഭാഗം കൈവെക്കാൻ വേണ്ടി. ഞാനവിടെ അമർത്തി പിടിച്ച് ഞാൻ യേശുവേ എനിക്ക് സൗഖ്യം തരണേ പ്രാർത്ഥിച്ച്
എങ്കിലും ദൈവം അന്ന് സൗഖ്യം കിട്ടിയില്ല. പിറ്റേ ദിവസം നോക്കുമ്പോ അവിടെ കഴപ്പും വേദനയും ഒന്നുമില്ല. പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ട് സാക്ഷ്യം പറയാന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് പറയാന്ന് വിചാരിച്ച അന്ന് എന്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന എത്ര നാള് സിസ്റ്റർ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത് ഒരു 10-12 ഓ, വർഷം. നിങ്ങൾ കേട്ടെ, ഈ കുറെ നാളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചിന്തയിൽ 3-4 ദിവസം നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. 10-12 വർഷമായിട്ട് കൈ അമർത്തി പിടിച്ച് അനുഭവിക്കുമായിരുന്ന വേദന അല്ലേ? അതെ, ഞാൻ അവിടെ ഓയിൽമെന്റ് എല്ലാം അങ്ങനെ ഇരുന്ന് തോക്കും, ചൂട് പിടിക്കും, എന്തൊന്നും എനിക്ക് ഒരു വ്യത്യാസം ഇല്ല. എന്നും ഞാൻ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കും, ഒരു വ്യത്യാസം. എങ്കിലും ദൈവ പ്രാർത്ഥനയിൽ ഓ യേശു, ഇത് വലിയൊരു അത്ഭുതം. വലിയൊരു സഹോദരി നാട്ടിൽ എവിടെയാ, കേരളത്തിൽ എവിടെയാ താമസിക്കുന്നത്? തലശ്ശേരി പക്ഷേ. തലശ്ശേരി. അപ്പൊ നമ്മുടെ കണ്ണൂര് പ്രാർത്ഥനയ്ക്ക് വരാലോ. കണ്ണൂർ ഇതില് വരാം. പക്ഷെ ഇതിൽ കൂടുന്നുണ്ട് ഞാൻ അന്യഭാഷ പ്രാർത്ഥന ഉണ്ട്. എല്ലാത്തിനും. എന്നാ വാ, യേശുവിന്റെ നാമത്തിൽ അവിടെ എനിക്ക് സാക്ഷ്യമുള്ളവർ, ഇതേപോലെ രോഗമുള്ളവരെയും ഞാൻ പറ്റുവാണെങ്കിൽ ചോദിക്കാം. നിങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി വരണം. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വന്ന എല്ലാ ജില്ലയിലും നിങ്ങൾ എന്നെ വലിച്ചടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത്, കർത്താവിന്റെ സാക്ഷിയായിട്ട്. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നോക്കിക്കേ, എത്ര വർഷം? 10 വർഷം അല്ലേ? എത്രയാ? 10 വർഷമായിട്ട് കൈക്കുണ്ടായ ഓയിൽമെന്റും അതും ഇതുമൊക്കെ തൂത്തിട്ട് ആ വേദന മാറുന്ന പറഞ്ഞു കേട്ടെ. ഇതാണ് നിങ്ങൾ കേൾക്കട്ടെ, യേശു നമുക്ക് വേണ്ടിയാണ് ക്രൂശിൽ വില കൊടുത്തത്. നോക്കിയേ, ആ വേദന വരുമ്പോൾ പ്രിയം സഹോദരി പൊത്തിപ്പിടിച്ച് വേദന സഹിക്കുമായിരുന്നു. എന്നാൽ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം ചെയ്ത്. ഡെലിവറൻസ് മീറ്റിംഗിലായിരുന്നോ അതോ ഇട മീറ്റിംഗിലായിരുന്നോ? ബുധനാഴ്ചത്തെ മീറ്റിംഗ്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് തൊട്ടു ആ വേദനയുള്ള ഭാഗത്ത് കൈവെക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ദൈവാത്മാവിൽ വെളിപ്പെടുന്ന ഏത് ആലോചനയും സ്വീകരിച്ചോണം, അത് വലിയ ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ അവിടെ വേദനയില്ല, പൂർണ്ണ വിടുതൽ സംഭവിച്ചല്ലേ? ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് കണ്ണൂര് കാണാം. അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ചാടി പറഞ്ഞാട്ടെ. ഞാനൊരു ആലോചന ചോദിച്ചോട്ടെ. പറഞ്ഞു. ശനിയാഴ്ച ഒരു ആലോചന ബ്രദർ പറഞ്ഞിരുന്നു. ജോയലിന്റെ ഭവനത്തിൽ ജോയലിനു ഒരു ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചും പറഞ്ഞു. ജോൺ എന്ന് പറയുന്നത്, ജോയല് എന്റെ സിസ്റ്ററുടെ മകനാണ്, കൊച്ചുമോനാ. അവൻ ആ ജോൺ എന്ന് പറയുന്ന അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ അവിടെ എല്ലാവരും മരിച്ചു പോയതാണ് അവരൊക്കെ. അപ്പൊ അത് ഏറ്റെടുക്കാൻ ഒക്കുമെന്നറിയാം. തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ എപ്പോഴും ഓർത്ത്, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തണം. ഓരോ കാര്യങ്ങൾ ഓരോ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ, അടയാളങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഓരോ ഡെലിവറൻസിന്റെ പിന്നിലും ദൈവം ഓരോരുത്തരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചന സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ദുഷ്ടശക്തികൾ വിട്ടുപോവുകയും അത്ഭുതം അവിടെ മേൽ സംഭവിക്കുക കേട്ടോ. അത് സ്വീകരിച്ചോണേ. ഞാൻ ആ പ്രവചന ആലോചന അനുഗ്രഹത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ മതി. അത് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ തന്നെ കുടുംബത്തിന് മേൽ സംഭവിക്കും കേട്ടോ. കാര്യം എന്തുവാണ് ഞാൻ ഏറ്റെടുക്കുക എന്നുള്ള എന്നാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കന്യകാ മാതാവിന്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു ജനിക്കാൻ വേണ്ടി പോകുന്നു. മാതാവ് എന്നെ ഉത്തരം പറഞ്ഞത്, ഞാൻ കർത്താവിന്റെ ദാസി. കണ്ടോ, ഇങ്ങനെയാണ് പ്രവചനം സ്വീകരിക്കേണ്ടത്. അത് ഫലിക്കുക. ഞാനത് ഏറ്റെടുക്കുമ്പോൾ എന്റെ മേൽ അത് ഫലിക്കുകയാണെന്ന് മനസ്സിലായി. നമ്മളത് ഏറ്റെടുക്കുമ്പോൾ, ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് വരിക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ അങ്ങോട്ട് പറയുന്നു, അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം. നമ്മളിത് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് അത് വരും. നമ്മളിത് സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മളിൽ നിന്ന് മാറിപ്പോവും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞിട്ടെടുത്തോണം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അത് കുടുംബത്തിന് മേൽ പ്രവർത്തിക്കും കേട്ടോ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ഇന്ന് എനിക്ക് കിട്ടിയ കണക്ക് പ്രകാരം എറണാകുളത്ത് ഏകദേശം 75 പേര് അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വരുന്നതായിട്ടാണ് സഹോദരങ്ങൾ എനിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ടീം ലീഡർ സഹോദരന്മാരോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ കണക്ക് കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് വേണ്ടിയുള്ള സൗകര്യം 100 പേരുടെ ഹോളാന്ന് ഞാൻ പറഞ്ഞല്ലോ. 75 പേർക്കുള്ള സൗകര്യങ്ങളാണ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അവിടെ നിങ്ങൾക്ക് വേണ്ടി വെള്ളമോ മറ്റ് സാധനങ്ങളോ ഒക്കെ ആവശ്യമെങ്കിൽ അതൊക്കെ എത്തിക്കാൻ വേണ്ടി നേരത്തെ പറയേണ്ട ആവശ്യമുണ്ട്. കറക്റ്റ് കണക്കായിരിക്കണം. അതിൻ്റെ അകത്ത് കുറഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ കൂടിയാൽ വിഷയമാണ്. ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആരും സർപ്രൈസ് ആയിട്ട് വരരുത്. നിങ്ങൾ പേരൊന്നും പറഞ്ഞില്ലെങ്കിൽ എണ്ണം മസ്റ്റായിട്ടും പറഞ്ഞു. പ്രത്യേകിച്ച് കണ്ണൂര് ഇന്ന് സഹോദരങ്ങൾ പറഞ്ഞു. കണ്ണൂര് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, ഒരു സെക്കൻഡ്, കണ്ണൂര് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത് അന്നത്തെ ദിവസം, അതും ഏകദേശം 50 പേര് കഴിഞ്ഞു. 50 പേരുടെ ഹോളാണ്, 50 പേര് ഫുള്ളായി. ഇനി നിങ്ങൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് നോക്കണ്ട, വന്ന് നോക്കുക. ഇനി ഇടയുണ്ടോ എനിക്ക് അറിയത്തില്ല. എന്നാലും മാക്സിമം 50 അതിൻ്റെ കപ്പാസിറ്റി. അന്ന് ഇലക്ഷന്റെ റിസൾട്ട് വരുവാണ്. പക്ഷെ സഹോദരങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
കണ്ണൂർ എനിക്കറിയത്തില്ല, അവിടുത്തെ ഭൂപ്രകൃതിയെപ്പറ്റി എനിക്കറിയത്തില്ല, അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അറിയത്തില്ല. നിങ്ങളത് നോക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളെ സംസാരിക്കുക. ഓൾറെഡി ഹോളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയോടെ തന്നെ വരിക. അവിടെ പ്രശ്നമില്ല എന്നാണ് ഓഡിറ്റോറിയംകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. അവിടെ പ്രശ്നങ്ങൾ എല്ലാ വർഷവും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, കർത്താവ് സൂക്ഷിച്ചോളൂ. ഞാനൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും സംശയം വന്നാൽ പ്രാർത്ഥന ഇതുവരെ മാറ്റിയിട്ടില്ല. നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാറ്റം വന്നിട്ടില്ല. എറണാകുളത്ത് ശനിയാഴ്ച രാവിലെ 10:30 മുതൽ പ്രാർത്ഥന തുടങ്ങും. 10:30ക്കാണ് പ്രാർത്ഥന. അതുകൊണ്ട് 12 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞ് ആരും വരരുതേ. കറക്റ്റ് 10:30ക്ക് പ്രാർത്ഥന അന്യഭാഷ ആരംഭിച്ചിരിക്കും. ആടിത്തൂങ്ങി ആരും 11:30ക്ക് വരാൻ നിൽക്കരുതേ. അത് കളയരുത്. ആ പ്രാർത്ഥനയുടെ അനുഗ്രഹം മുഴുവൻ പ്രാപിക്കണം. ഓർത്തോണേ, അത് മുഴുവൻ പ്രാപിക്കണം. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ബസ് കയറുക. തലേദിവസം തന്നെ എല്ലാം എടുത്തു വെക്കുക. ആ 10:30ക്ക് തന്നെ നിങ്ങൾ ആ പ്രാർത്ഥന 10 മണിക്ക് അതെല്ലാം സെറ്റ് ചെയ്യും. 10:30 മുതൽ അത് ആരംഭിക്കും. അത് 10:30 എന്ന് പറയുമ്പോൾ 11 മണി ആകരുത്. 10 മണി മുതൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഹോള് നമുക്ക് തുറന്ന് സീറ്റ് എല്ലാം അതിൻ്റെ തിരിക്കാൻ സൗകര്യം തുടങ്ങും. 10 മണി മുതലേ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ 10 മണി മുതലേ അവിടെ ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ വെർച്വലി ഞാൻ നേരിട്ടല്ല, സൂമിൽ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ സൂം ലിങ്കുകളും അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം സൂമിൽ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കാം. അത് മിസ്സാക്കരുത്. വലിയ പ്രവൃത്തിക്കായിട്ട് ദേശത്തിന്റെ മേൽ കർത്താവ് അത് ചെയ്യുവാൻ ഇടയായിത്തീരും. നന്മ കർത്താവിന്റെ നാമത്തെ അത് കാണുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പെട്ടെന്ന് പറഞ്ഞേ. പറഞ്ഞോ. ഈ മീറ്റിംഗ് സൂമിലുണ്ടല്ലോ. സൂമിൽ ലിങ്ക് ഉണ്ട് സിസ്റ്ററെ. പക്ഷെ നേരിട്ട് വരാൻ കഴിയുന്നവർ നേരിട്ട് വരിക കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ ശനിയാഴ്ച ഞാന് ATM ന്ന് 2000 രൂപ എടുത്തപ്പോൾ ബാക്കി 20 രൂപ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ 2 ദിവസം എനിക്ക് മണി യേശുവെ അങ്ങനെ തരണേ, 8 തരണേ എന്ന് പറഞ്ഞു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ 2 ദിവസം മുമ്പേ ചുമ്മാതെ നോക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോ കാണാം 8,600 രൂപ 8,660 രൂപ കിടക്കുന്നതിനകത്ത്. ഓനയച്ചതോ എന്തോ. നന്ദി കർത്താവേ. മിറക്കൽ മണിക്കായി സ്തുതിക്കുന്നു, നന്മയ്ക്കായി സ്തുതിക്കുന്നു. ഇനിയും പ്രാർത്ഥിച്ചോണം. കാര്യം നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ മിറക്കൽ മണി റിലീസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. കാര്യം നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ വരുവാണ്. നമുക്ക് മിറക്കൽ മണി തന്നെ ആവശ്യമാണ്. കാര്യം നമുക്ക് നേരത്തെ തന്നെ ഓഡിറ്റോറിയങ്ങളൊക്കെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കുന്നവർ ആ ഓഹരികളൊക്കെ നേരത്തെ കൈപിടിച്ചു വെക്കുക. അത് മാത്രമല്ല, മിറക്കൽ മണിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. നന്മ വേണം, എല്ലാ കാര്യങ്ങളും അതിന് മുൻകൂട്ട് വേണം. ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു കാര്യം കൂടെ ഉണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് ബാത്റൂമിലെ പൈപ്പിന്റെ അത് പൊട്ടി പോയിരുന്നു. അപ്പൊ അത് മൊത്തത്തിൽ റെഡിയാക്കിയെങ്കിലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പ്രാവശ്യം കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാന് ബ്രദർ പറഞ്ഞ ഇത് ഓർത്ത് കർത്താവ് തന്ന ഒരു നന്മയും പാഴായി പോകത്തില്ലെന്ന് അതെന്റെ മനസ്സിൽ വന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം ഞാൻ സൂമീറ്റിൽ കഴിഞ്ഞ വർഷം കയറുമ്പോൾ ഇലക്ട്രിക്കോണിക്ക് പോലും ദൈവത്തിന്റെ വചനം അതില് അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഓർത്തിട്ട് ഞാൻ ഇവിടെ കിടന്ന വേറെ പൈപ്പ് എടുത്ത് ഞാൻ തന്നെ അത് ഫിറ്റ് ചെയ്ത് ഒരു ലീക്കും ഇല്ല. ദൈവം ഒരു നന്മയും നഷ്ടപ്പെടാതെ എന്നെ അനുഗ്രഹിച്ചു. ഇത് വലിയൊരു സാക്ഷി തന്നെ സിസ്റ്റർ പറഞ്ഞത്. പൈപ്പ് പണി അറിയത്തുപോലാത്ത ആളാണ്, പ്ലംബറും അല്ല, ഒന്നുമല്ല. പക്ഷേ യേശുവിന്റെ നാമത്തിൽ ഞാനിത് ശരിയാക്കുമെന്ന് പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ വെച്ചു. എന്തായാലും പ്ലംബർ വരാതെ തന്നെ കർത്താവിന് ശക്തി കൊടുത്തു. അത് ക്ലിയറായി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബൈബിളിൽ പറഞ്ഞു പറഞ്ഞ പഴയ നിയമത്തിൽ അവർ കൊത്തുപണി ചെയ്യുവാനും മരങ്ങൾ കൊത്തി കർത്താവിന്റെ സന്നിധിയിൽ ചെയ്യുവാനും ദൈവം അവർക്ക് കൃപ കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് തന്ന കൃപയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, അക്കൗണ്ടിലോട്ട് എനിക്ക് ഇച്ചിരി പൈസ മാറ്റണമായിരുന്നു. ഞാൻ ഇവിടെ ഖത്തറിലുള്ള, എനിക്ക് ഇതൊന്നുമില്ല, ഗൂഗിൾ പേ അങ്ങനൊന്നുമില്ല. മോടെ ഇതിൽ നിന്ന് മാറ്റാനാ. പക്ഷെ ഈ അക്കൗണ്ട് ഞങ്ങൾ മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഗൂഗിൾ പേയോ ATM അങ്ങനെ വല്ലതും ഉണ്ടോ? ഏതാ സിസ്റ്റർ? നമ്മുടെ ഇതിലോട്ട് അയക്കാൻ വേണ്ടിയാണോ മീറ്റിംഗിന്റെ? മീറ്റിംഗിന്റെ സിസ്റ്റർ, നമുക്ക് ഗൂഗിൾ പേ ഇല്ല. അക്കൗണ്ടിലേക്ക് എന്ത് പറ്റത്? ബ്ലോക്ക് ആയി നിൽക്കുവാണോ? അത് മാറ്റാൻ നോക്കിയിട്ട് അതിലോട്ട് മാറ്റാൻ പറ്റുന്നില്ല ഇവിടെ അക്കൗണ്ടിൽ നിന്ന്. എന്താ കാണിക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യുമ്പോ? എന്ത് മോളെ കാണിച്ചേ? ഇൻവാലിഡ് അക്കൗണ്ട് നമ്പർ എന്ന് കാണിക്കുന്നെന്ന്. ഓക്കെ, മറ്റാർക്കെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടെന്ന് നോക്കുക. ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. നോക്കിയിട്ട് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് പ്രെയർ ലൈനിലോട്ട് ബന്ധപ്പെട്ട ഒരു വേറെ അക്കൗണ്ട് നമ്പർ തരും കേട്ടോ. നമ്മുടെ ഇതിന് ശേഷം പ്രാർത്ഥനയുടെ അവസാനം പ്രെയർ ലൈൻ നമ്പർ വരും. അല്ല, ഇപ്പം അത് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അവർ മറ്റൊരു അക്കൗണ്ട് നമ്പർ അതിനകത്ത് അയച്ചു തരുന്നതായിരിക്കും. അതിലൂടെ ബന്ധപ്പെട്ടാൽ മതി. അതിൻ്റെ അകത്ത് കർത്താവിന്റെ നാമത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രെയർ ലൈൻ നമ്പർ അവിടെ കാണിക്കുന്നുണ്ടേ.
ഓക്കെ ഓക്കെ. ഗോഡ് ബ്ലസ് യു. ഫോൺ പേ ഉണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് സിസ്റ്റർ അതിൻ്റെ അത് കാണിക്കും കേട്ടോ. അവരത് എൻ്റെ ഏത് നമ്പറിലാണ് അത് ഉള്ളത്, ഫോൺ പേ ഉള്ളത്, അത് കാണിച്ചു തരും കേട്ടോ. ഓക്കെ ഓക്കെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു പറഞ്ഞു. ഞങ്ങളുടെ ഷോപ്പിന്റെ ട്രേഡ് ലൈസൻസ് എക്സ്പയറി ആയിട്ട് 3 മാസമായി. അപ്പൊ അത് വളരെയധികം കുരുക്കുകൾ ഇങ്ങനെ കിടക്കുമായിരുന്നു. അത് എന്ത് ചെയ്താൽ റിന്യൂ ചെയ്യാൻ പറ്റുന്ന വലിയ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ദൈവകൃപയാൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ര അത്ഭുതകരമായിട്ട് ഈ കഴിഞ്ഞ ദിവസം അതിന്റെ റിന്യൂവൽ നടക്കാൻ പറ്റി. എന്നും ഞങ്ങൾ മീറ്റിംഗിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്നലെ നടന്നു. ദൈവത്തിന് കൊടാനുകൂടി നന്ദി. നന്ദി കർത്താവേ. അത്ഭുതം. നമ്മുടെ നന്മ മുടക്കുവാൻ പിശാചിന് കഴിയത്തില്ല. നന്മ അവൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദറെ, എന്തോ ശനിയാഴ്ചത്തെ പ്രാർത്ഥനയില് എനിക്ക് ശനിയാഴ്ച ഉച്ച തൊട്ട് വയറ് കയറി പെരുകിയ വയറ്റിനകത്ത് വേദനയായിരുന്നു. ആ പ്രാർത്ഥന സമയത്തൊക്കെ എന്റെ വയറിന് വേദന എടുത്തിരിക്കുമായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥന സമയത്തിൽ ഇങ്ങനെ വേദനയുള്ളവർ കൈവെക്കാൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോ ആ വേദന പൂർണ്ണമായിട്ട് അന്നേരം തന്നെ പോയി. എനിക്ക് അന്നേരം പറയാൻ പറ്റത്തില്ല. ഇവിടെ യേശുവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. അപ്പൊ വേദന ഒട്ടുമില്ലല്ലോ സിസ്റ്ററെ? എന്റെ മുട്ടിന് ഇപ്പൊ 2-3 മാസം കൊണ്ട് ഇടത്തെ മുട്ടിന് നീരും കേറി വേദനയായിരുന്നു. അതും അന്നത്തെ പ്രാർത്ഥനയിൽ ആ നീരും പോയി. യേശുവേ കർത്താവ്, ഇത് വലിയ അത്ഭുതമാണ്. 2 അത്ഭുതമാണ് സംഭവിച്ചത്. മുട്ടിന് നീരുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. 5-6 മാസമായിട്ട് ആ പ്രാർത്ഥനയിൽ നീരും പോയി, വേദനയും പോയി. ഒരു കുഴപ്പവും ഇല്ല. യേശു അത്ഭുത മന്ത്രി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഞാൻ ആ അക്കൗണ്ടിൽ അയച്ചതെല്ലാം ഗൂഗിൾ പേയിൽ അയച്ചേക്ക് നോക്ക്. അതില് അയച്ചു, എന്റെ കൊച്ചുമോൾ അയച്ചതല്ല. സിസ്റ്റർ, അതില് ഗൂഗിൾ പേ ഇല്ല. നിങ്ങൾക്ക് നമ്മുടെ പ്രെയർ ലൈനിൽ ബന്ധപ്പെട്ടാൽ അവർ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് നമ്പർ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. അപ്പൊ ഞങ്ങൾ അയച്ച പൈസയൊക്കെ അന്നേരം കിട്ടിയിട്ടില്ലായിരിക്കും അല്ലയോ സിസ്റ്റർ? ഗൂഗിൾ പേ വഴി, അക്കൗണ്ട് നമ്പർ വഴി ആണെങ്കിൽ അത് എത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേ വർക്കല്ല. അക്കൗണ്ട് നമ്പർ അയച്ചേക്കുന്നേ? അക്കൗണ്ട് നമ്പറിൽ അയച്ചതെല്ലാം വന്നിട്ടുണ്ട്, വിതച്ചതല്ല. ഞാൻ അതിന് എനിക്ക് തോന്നുന്നു ഇന്നാൾ എനിക്ക് തോന്നുന്നു ആന്റിക്ക് റിപ്ലൈ തന്നായിരുന്നല്ലോ. അത് റിപ്ലൈ തന്നായിരുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഞാനിത് കേൾക്കുമ്പോൾ ആൾക്കാർ ഓർക്കണം, ഇത് കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കുന്നതാണ്. ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് വേറെ ചിന്ത വരരുത്. കർത്താവിന്റെ നാമത്തിൽ വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞതുപോലെ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്നു. അതിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിൽ, നിങ്ങൾക്കറിയാലോ, പല ജില്ലകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് നന്മ തരും. സുവിശേഷം ലോകം അറിയണം. അനേക രോഗികൾ സൗഖ്യമാകേണ്ടതുണ്ട്. അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിനുണ്ട്. ദൈവം നമ്മളെ ഒരു കൃപ തന്നു. ആ കൃപാവരങ്ങളിലൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അത് തുറന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരിട്ട് വരുമ്പോൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവരുടെ മേൽ കൈവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് തിരക്കുണ്ട്, നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചാലും ആൾ കൂടുതൽ വന്നു. എങ്കിലും എല്ലാവർക്കും കൈവെക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ വർഷം അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്കറിയാലോ, കർത്താവിൻ്റെ പെരുപ്പമാണ്, ദൈവം അയക്കുന്ന പെരുപ്പമാണ്. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനയോടെ തന്നെ വരിക. വലിയൊരു പകർച്ച നിങ്ങളിലൂടെ ആ കൃപാവര ശുശ്രൂഷകൾ പകരുവാൻ, ദൈവീകമായിട്ടുള്ള കൃപാവരങ്ങളുടെ വലിയൊരു പകർച്ച നിങ്ങളിലേക്ക് ഉണ്ടാകുവാൻ അത് കർത്താവ് ചെയ്യും. അത് ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാരുടെ കൈവപ്പ് ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഒരിക്കലും കൃപാവരങ്ങളെ കുറ്റം പറയരുത്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പ്രത്യേകിച്ച് രോഗസൗഖ്യത്തിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ പല ആൾക്കാരും കളിയാക്കിയിടുമ്പോൾ പോയി ലൈക്ക് അടിക്കുകയോ കമന്റ് അടിക്കുകയോ ഒന്നും ചെയ്തേക്കല്ലേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാകരുത്. ഞാൻ പൊതുവെ പറയുകയാണ്, എപ്പോഴും ഞാനത് ഓർപ്പിക്കുന്നതാണ്. അത് വാണിംഗ് പോലെ തരികയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. ബ്രദറിനെ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുന്നപ്പം എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു. ഈ പെടലിക്ക് വേദന ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ഇടയ്ക്ക് വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ പെയിൻ വരാറുണ്ട്. അപ്പൊ ഞാനത് അന്ന് ഒരു സൗഖ്യം എനിക്ക് ഫീൽ ചെയ്തെങ്കിലും ഞാനത് നോക്കട്ടെ നോർത്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇന്നലെ ഇന്നൊക്കെ നോക്കുമ്പോ എനിക്ക് ഞാൻ വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്,
പക്ഷെ ഒരുപാട് ചേഞ്ചസ് എന്റെ കർത്താവിന്റെ ശരീരത്തിൽ അനുദിനം എനിക്ക് മാറ്റങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ എനിക്ക് നോക്കി, എനിക്ക് കഴുത്തിൽ ശരിക്കും പുറകിലേക്കൊന്നും മടക്കാൻ പറ്റത്തില്ല. 10 വർഷത്തിൽ കൂടുതലായി ഒരു പിടുത്തമാണ് എന്റെ പെടലിക്ക്. അങ്ങനെ കഴുത്തിന്റെ പുറകിലേക്ക് തിരിയത്തില്ല. അപ്പൊ ഇന്നലെ എനിക്ക് നോക്കുമ്പോൾ നന്നായിട്ട് എനിക്ക് പുറകിലേക്ക് എന്റെ കഴുത്ത് നന്നായിട്ട് എനിക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു പിടുത്തമില്ലാതെ ഒരു സൗഖ്യ ദൈവം എനിക്ക് തന്നു. അതുപോലെ ഞാൻ എന്തെങ്കിലും കുടിക്കുവാണെങ്കിൽ എനിക്ക് തല പുറകിൽ നന്നായിട്ട് പൊക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് എന്റെ കഴുത്ത് മേളിലേക്ക് എടുത്ത് പൊക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ പെടലിയുടെ വേദനയെല്ലാം ദൈവം പൂർണ്ണമായിട്ട് ദൈവം മാറ്റിട്ട് ഭയങ്കരമായിട്ടൊരു റിലീഫ് എനിക്ക് ആ ഭാഗത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് ബ്രദർ. നന്ദി കർത്താവേ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെ സിസ്റ്ററെ. പ്രിയ സിസ്റ്റർ പറഞ്ഞ തന്നെ 10 വർഷമായിട്ട് പെടലിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ആഹാരം കഴിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ സഹോദരി വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. യേശു തൊട്ടു 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദന മാറി സിസ്റ്ററെ, സൗഖ്യം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പറഞ്ഞോണം, ഞാൻ വീൽ ചെയറിൽ ഇരിക്കത്തില്ല, ഞാൻ ഇവിടുന്ന് ഓടും, ഞാൻ യേശുവിന്റെ സാക്ഷിയായിട്ട് ഓടും എന്ന് പറഞ്ഞോണം. ഇതെനിക്കൊരു സൈനാണ്. ഇന്ന് 10 വർഷമായിട്ട് ആ വേദന തമ്പുരാനെ മാറ്റാമെങ്കിൽ നടക്കാൻ പറ്റാതിരിക്കുന്ന തടസ്സവും യേശുവിന് മാറ്റാൻ കഴിയും. കൈവച്ച് പറഞ്ഞോണം, ഞാൻ നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് യേശു ക്രൂശിൽ അനുഭവിച്ചതാ. ഞാൻ നടക്കും, ഞാൻ ഓടും. ഞാൻ ബൈബിളിൽ പറഞ്ഞ പോലെ മുടന്തൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചതുപോലെ ഞാൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിക്കുമെന്ന് കൽപ്പിച്ചോണം കേട്ടോ. ഇതൊരു സൈനാണ്, ഇതൊരു അടയാളമാണ്. അത്ഭുത സാക്ഷിയായിട്ട് കർത്താവ് മാറ്റിയിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞു. ഹലോ ബ്രദറെ. എന്തോ? ഹലോ ബ്രദറെ. പറഞ്ഞു. എന്റെ പേര് ലീന പീറ്റർ. സിസ്റ്ററെ കുറെ നേരം കണ്ടില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബ്രദറെ. എന്റെ കുഞ്ഞിനെ IT പഠിക്കുകയാണ്, ഓട്ടോമൊബൈലിനാണ് പഠിക്കുന്നത്. അപ്പൊ അവന് ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വളരെയേറെ ഞങ്ങൾ ഭാരപ്പെട്ടു ബ്രദറെ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കർത്താവ് ഒരു വഴി തുറന്നു തരണേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദറെ. നമ്മള് അജിത സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അശ്വതി ചേച്ചിയും ഞങ്ങൾ സബിത സിസ്റ്ററൊക്കെ ആയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് ബ്രദറെ ഇന്ന് കുഞ്ഞിന് 2 ആഴ്ചത്തോളമായി ക്ലാസ്സിൽ പോയിട്ട് പരീക്ഷ എഴുതിക്കണമെങ്കിൽ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു ബ്രദറെ. അതിന്റെ പ്രകാരം കർത്താവ് ഇന്ന് 20,000 രൂപ ഇന്ന് സ്കൂളിൽ അടയ്ക്കാൻ കർത്താവ് കൃപ തന്നത് ബ്രദറെ. ദൈവം വളരെയേറെയാണ് അനുഗ്രഹിച്ചു. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു ബ്രദറെ. തീർച്ചയായിട്ടും ദൈവം അത്ഭുത മന്ത്രിയാണ്. പ്രാർത്ഥിച്ചോണ്ട് എനിക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണം. വാരി വിതറി, ബൈബിൾ പറഞ്ഞേക്കുന്നത് വാരി വിതറി ഞാൻ കൊടുക്കും, വായ്പ വാങ്ങത്തില്ല. പറഞ്ഞോണം, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്റെ പുറകെ വരും എന്ന് പറഞ്ഞോണം കേട്ടോ. ഇനിയും അത്ഭുതകരമായ സാക്ഷ്യം ഫിനാൻസിന്റെ മേഖലയെ കർത്താവ് ചെയ്യുമെന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും ദൈവം ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറഞ്ഞോ. ഹലോ പറഞ്ഞോ ബ്രദർ. സാക്ഷിയോട് പറയാനുണ്ടായിരുന്നത് 10-15 വർഷമായതാ എന്റെ ഈ വലത്തെ കാല് ഞങ്ങളുടെ പുള്ളിക്കാരൻ ഇങ്ങനെ മദ്യപിച്ചിട്ട് വന്നിട്ട് ഈ നിലത്ത് ഞാൻ ഇരുന്ന സമയത്ത് ആ കാലെ പിടിച്ച് മേപ്പോട്ട് ഇങ്ങനെ പിടിച്ച് പൊക്കിയതായിരുന്നു. അങ്ങനെ പൊക്കിയ വഴിക്ക് ഇവിടെ ഏണിന് അന്നേരം ഒരു സൗണ്ട് ഇങ്ങനെ കേട്ട് പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ കാല് തറയെ കുത്തി നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒരാഴ്ച കംപ്ലീറ്റ് ആശുപത്രിയിൽ 7 കിലോ വെയിറ്റ് തൂക്കി ഒരാഴ്ച കിടന്നു. പിന്നെ 1 മാസം വീട്ടിൽ കിടന്നു. എന്നിട്ട് ആ വേദന അന്നേരത്തെ ആ വേദന മാറിയിട്ട് പിന്നെ ഇങ്ങോട്ട് ഈ വലത്തെ കയ്യിൽ എന്തെങ്കിലും ഭാരം എടുക്കുമ്പോഴും ബലമായിട്ട് പ്രയോഗിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ആ ഏണിന് ഇങ്ങനെ ഒത്തിരി നീരും ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പം മാറി ബ്രദറെ, വേദന ഇപ്പൊ ആ ഏണിന് വേദനയില്ല. മറ്റേ അന്ന് തൊട്ട് ഇങ്ങോട്ട് വേദനയും. എത്ര വർഷമാണ് സിസ്റ്ററെ? 15 വർഷത്തിൽ നിങ്ങൾ കേട്ടെ, 15 വർഷമായിട്ട് ഭർത്താവ് മദ്യപിച്ചു വന്ന് ഉപദ്രവിച്ചതാണ് ആ കാലിലെ വേദന. മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ കൽപ്പിച്ചോണം യേശുവിന്റെ നാമത്തിൽ. നോക്കിക്കേ, ആ മദ്യപാനം മനസ്സിൽ കയറി പിശാച് ആ വ്യക്തിയെ ഉപയോഗിച്ച് ആ കാലുകളെ 15 വർഷമായിട്ട് പ്രിയ സഹോദരി പറഞ്ഞ വെയിറ്റ് ഇട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വരെ വന്നു 7 ദിവസം. എന്നാൽ യേശു അത് വേദന അവിടെ ഇല്ലല്ലോ സിസ്റ്ററെ. 15 വർഷമായിട്ടുണ്ടായിരുന്നു. എപ്പം മാറി നടത്തില്ല. ഞാൻ എപ്പോഴും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ അത് എപ്പം മാറിയെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവിന്റെ അത്ഭുതം കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്തെല്ലാം യേശു അത്ഭുതം ചെയ്ത് ഇപ്പൊ വേദന ഇല്ല. കൽപ്പിച്ചോണം, കുടുംബത്തിന്റെ മേൽ മദ്യപാനത്തിന്റെ ദുരാത്മാവോട് ഞാൻ അപേക്ഷിക്കുമല്ല, യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കേട്ടോ. പിടിച്ചു കെട്ടും തമ്പുരാൻ.
പിടിച്ചു കെട്ടും. വലിയ സാക്ഷ്യമായിട്ട് ഈ ഉപദ്രവകാരിയായ ഭർത്താവ് മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വരിക തന്നെ ചെയ്യും. പറഞ്ഞോണം, അവകാശമായി ഞാൻ കൽപ്പിക്കുന്ന പറഞ്ഞോണം കേട്ടോ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കറിയാം സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും തൽക്കാലം മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറയാനുണ്ടോ? കർത്താവിൽ നമുക്കറിയാം സമയത്തിന്റെ പരിമിതി നമുക്കുണ്ടെങ്കിലും അത്ഭുതകരമായ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. ഈസ്റ്റ് ഹാമിൽ, UK ലണ്ടനിൽ നമ്മുടെ ഈസ്റ്റ് ഹാമിൽ ഡിസംബർ 20 നമ്മൾ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നു. അതിന്റെ ഹോള് നമുക്ക് റെഡിയാകേണ്ടതുണ്ട്. ദൈവമക്കള് യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞോണം, നമുക്ക് വേണ്ടി ഒരു ഹോള് അവിടെ വേണം. അത് കർത്താവ് ഇത് റിലീസ് ചെയ്തോണം, യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അപ്പൊ വരും ദിവസങ്ങളിൽ ഞങ്ങളത് കേൾക്കും. അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി, അത് മാത്രമല്ല കേരളത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കകത്തും വിരിച്ചൊരുക്കിയ മാളിക മുറി, ആ ഹോളുകൾ ഞങ്ങളത് റിലീസ് ചെയ്യുന്നു. നന്മയായി തീരും, അത്ഭുതമായി മാറും. കർത്താവ് ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ആ കർത്താവ് UK അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ പ്രാർത്ഥന മിസ്സാക്കരുതേ, പങ്കുചേരുക. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നത് 1-2 പേര് വേറെ രാജ്യത്തു നിന്നുള്ളവരും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അവരോടൊപ്പം ദൈവത്തിൽ ഭാഷകൾ പരിമിതിയുണ്ട്, നമുക്കറിയാം പല കൾച്ചറൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കും. വലിയൊരു മാറ്റത്തിലേക്ക് അതിനുശേഷം അവിടെ പ്രാർത്ഥന ക്രമീകരിക്കാനാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം അന്യഭാഷ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിന്റെ നിയോഗമാണത്. അത് വലിയൊരു പ്രവൃത്തിയിലേക്ക് കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രോഗസൗഖ്യം ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കാണുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ രോഗസൗഖ്യം കാണുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഏത് രോഗത്തിലാണോ, ഏത് പൈശാചിക ബന്ധനത്തിലാണോ, ഏത് വിഷയത്തിന്റെ അകത്താണോ, നമുക്ക് ഒരുമിച്ചൊന്ന് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പാ. ആ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ പരാജയങ്ങൾ മാറിപ്പോകട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, യേശുവിന്റെ അധികാരനാമത്തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ശിരസന്നിധിയിൽ ശക്തിപ്പെടാം, ബലപ്പെടാം. യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ കൂടെ